Okay. Yes, മകളെ. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് തേർഡ് ഡേ. സോ തേർഡ് ഡേ നമുക്ക് ഇന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കുറച്ച് പോർഷൻ നമ്മൾ ഇന്നലെ പെൻഡിങ് വെച്ചിരുന്നു. സോ അതിന്റെ ചെറിയൊരു പാട്ടും കൂടി പറയാനുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് കൂടി പോവാം. ഓക്കെ, സോ ഈ ടോപ്പിക് ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ ടോപ്പിക്കിന്റെ പേര് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അവിടെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ യു ക്യാൻ സേ അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും കൂടി പറയാം. ഓക്കെ അല്ലേ? സോ ഇത് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ? പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സോ തീരെ പഠിച്ചിട്ടില്ല മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതറിയാലോ? യെസ്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിൽ വ്യത്യാസമുണ്ട്. അതറിയോ? ഷുവർ ആണോ? ഓക്കെ, അപ്പൊ എന്താ ഡിഫറൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ എന്താ പറയാ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ് എന്തായാലും എന്താ പറയാ രണ്ടാമത്തെ ദിവസമായി, മൂന്നാമത്തെ ദിവസം ലൈവില് കയറുന്നുണ്ടെങ്കിൽ സോ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് 1-2 ദിവസമൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ വരും പോവും അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ യു ആർ കണ്ടിന്യൂയിങ് ഫോർ ദ തേർഡ് ഡേ. ഓക്കെ, സോ അങ്ങനെയുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ബെനിഫിറ്റ് എന്തായാലും കിട്ടും. ഓക്കെ, സോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. സോ മാക്സിമം റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്ക്, ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞിട്ട് ഞാൻ നേരെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടി പറയാം. ഓക്കെ, യെസ് മക്കളെ ശ്രദ്ധിച്ചേക്കാം. നമ്മള് ഒരു ബിസിനസ്സിൽ ഓൾറെഡി ഉള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കാര്യം പറയാം. ഓക്കെ, ഓൾറെഡി ഉള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ അതിൽ പറയണം നിങ്ങളുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് 5 lakh. ഓക്കെ, ആൻഡ് debenture is equal to 15 lakh. ഓക്കെ, എന്നിട്ട് ഇതിന്റെ കോസ്റ്റും കൂടി തരുവാണ്. ഓക്കെ, സോ ഓൾറെഡി ഉള്ളതാണ്. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ബുക്കിലുള്ള ബാലൻസ് ഷീറ്റിലുള്ള ഫിഗേഴ്സ് ആണ് തന്നിട്ടുള്ളത്. 5 lakh ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ് 15 lakh. ഓക്കെ, അപ്പൊ ഇതിൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് ഓക്കെ ഒരു 15% ആൻഡ് 10% ആണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം. അപ്പൊ നമ്മൾ ആദ്യം വെയിറ്റ് എടുക്കും അല്ലെ? സോ ഇവിടെ നമുക്കറിയാം ടോട്ടൽ 20 lakh ഉണ്ട്. അപ്പൊ 5 lakh ഔട്ട് ഓഫ് 20 lakh എന്ന് പറയുമ്പോൾ അതൊരു 0.25% വരും. അതേപോലെ 15 ഡിവൈഡ് ബൈ 20 എന്ന് പറയുമ്പോൾ 0.75 വരും. സോ ഇങ്ങനെ കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.25 ഇൻറ്റു 15 എത്രയാ മക്കളെ? ഒന്ന് പറയോ? 11.25 അത്ര തന്നെ. 15 ഇൻറ്റു 0.25 15 ഇൻറ്റു 0.25 ഓക്കെ 0.25 3.75 അല്ലെ? ശരി ശരി. നെക്സ്റ്റ് വൺ 7.5 അല്ലെ? ഓക്കെ, അപ്പോ ഇവിടെ ടോട്ടൽ ആയിട്ട് വരുന്ന ടോട്ടൽ ആയിട്ട് വരുന്നത് 3 + 7 10 11.25. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതാണല്ലോ നമ്മുടെ വാക്ക് അല്ലെ? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11.25%. ശരി, ഓക്കെ. അപ്പൊ നോക്ക്, നമ്മുടെ ഓൾറെഡി ഉള്ള ഈ 20 lakh rupees ഉണ്ട്. ഈ 20 lakh rupees നമ്മൾ വേറൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഓൾറെഡി 11.25 ചെലവുണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് റിട്ടേൺ കിട്ടുന്ന സമയത്ത് ആ 11.25 കൂടുതലെങ്കിലും കിട്ടണം അല്ലെ? സോ 12 13 എങ്കിലും കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഞാൻ ഒരു എക്സ്ട്രാ ലോണും കൂടി എടുക്കുന്ന കേസ് പറയാം. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദ ന്യൂ വാക് ആൻഡ് വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? യെസ്. അപ്പോ ശ്രദ്ധിച്ചേക്കാം. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ അഡീഷണൽ ആയിട്ട് ഓക്കെ അല്ലെ? ശ്രദ്ധിച്ചേക്കാം. അഡീഷണൽ ആയിട്ട് ഓക്കെ യെസ് കുറച്ച് എമൗണ്ട് കൊണ്ടുവരാം വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ലോൺ മാത്രമായിട്ട്, ലോൺ അല്ല ഡിബെഞ്ചർ തന്നെ കൊണ്ടുവരാം.
ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏത് പ്രൊപ്പോർഷനിലാണോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡിബെഞ്ചേഴ്സ് ഉള്ളത്. ഓക്കെ, സോ 25ഉം 75ഉം പ്രൊപ്പോർഷൻ ആണല്ലേ, അല്ലെ? അപ്പൊ അതിന്റെ കൂടെ ഓക്കെ ഞാൻ പുതിയൊരു ഡിബെഞ്ചർ ആഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ എത്രത്തോളം നമ്മൾ ആഡ് ചെയ്യുന്നു, സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇതിന്റെ രണ്ടിന്റെ പ്രൊപ്പോർഷൻ സെയിം ആണെന്ന്. ഓക്കെ, അതായത് ഇവിടെ 25ഉം 75ഉം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ആഡ് ചെയ്യുമ്പോഴും ഓക്കെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതേപോലെ ഡിബെഞ്ചറും എന്ത് ചെയ്യണം, ഓക്കെ സെയിം പ്രൊപ്പോർഷനിൽ കൊണ്ടുവരണം. സോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ആംഗിൾ എടുക്കാം. ഇപ്പൊ തന്നിരിക്കുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡിബെഞ്ചർ ഉണ്ട്, നിങ്ങളോട് പറയാണ് ഞാൻ അഡീഷണൽ ഒരു ലോൺ എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഒരു ലോൺ എടുക്കുകയാണ്. അപ്പൊ ഒരു 5 ലക്ഷം രൂപയുടെ ലോൺ എടുക്കാം. ഈ 5 ലക്ഷം രൂപയുടെ ലോണിന് സോ KT എന്ന് പറഞ്ഞിട്ട് ഓക്കെ സോ കോസ്റ്റ് ഓഫ് ടേം ലോൺ ടാക്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ഏകദേശം ഒരു 12% ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ശ്രദ്ധിച്ചേക്ക, ഞാൻ ഈ പറയുന്ന ലോൺ 5 ലക്ഷം എടുത്തു. ഓക്കെ, യെസ്. ഇപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ ഇപ്പൊ ഓൾറെഡി ഈ 20 ലാക്ക് നിങ്ങളുടെ കയ്യിലുള്ളതാ, അത് നിങ്ങൾ പലയിടത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ഓൾറെഡി ഉള്ളിടത്ത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു 5 ലക്ഷം കടം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 12% ചെലവ് വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോൾ ഉള്ള പൊസിഷനിൽ 5 ലക്ഷം കടം വാങ്ങിക്കുമ്പോൾ 12% ചെലവ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇനി ഒരു അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു 5 ലക്ഷം ലോൺ വരുമ്പോൾ എനിക്ക് വരുന്ന ചെലവ്, അതിന് വേണ്ടി വരുന്ന ചെലവ് 12%, അതായത് ഏകദേശം ഒരു 60,000 രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഈ 5 ലാക്ക് റുപ്പീസിന്റെ ഓക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെ, പൈസ വെറുതെ അല്ലല്ലോ കിട്ടുന്നത്, ഈ പൈസ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ ഗെറ്റ് മോർ ദാൻ 12% എന്ന രീതിയിൽ നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം, അതായത് അഡീഷണൽ ആയിട്ട് വരുന്നതിന് മാത്രം നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൺലി 12% ആണ് എനിക്ക് വരാൻ പോകുന്ന ചെലവ്, അല്ലെ? അഡീഷണൽ ആയിട്ട് വരാൻ പോകുന്ന മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 12% ആണ്. അതുകൊണ്ട് ഈ 5 ലാക്കിനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ സച്ച് എ പ്ലേസ് ദാറ്റ് വിൽ ഗെറ്റ് മോർ ദാൻ 12%. 12%-നെക്കാളും കൂടുതലെങ്കിലും നമുക്ക് കിട്ടണം എന്ന് പറയാം. ഓക്കെ, അപ്പോ അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയുമ്പോൾ ഇപ്പോൾ 5 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് വരുമ്പോൾ അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 12% വരും. ഓക്കെ, ഇനി ഇതും കൂടി ഉൾപ്പെടുത്തിട്ട് വാട്ട് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, പുതിയ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയുന്നത് നോക്കുക. ഇത് എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിലുള്ള വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് ഒരു അഡീഷണൽ ലോൺ മാത്രം വരുമ്പോൾ അതിന് മാത്രം വേണ്ടി വരുന്ന പെർസെൻറ്റേജ്. ഓക്കെ, ഞാൻ ഇതും കൂടി നമ്മൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് 5 ലാക്ക്, ഡിബെഞ്ചർ ഈസ് 15 ലാക്ക്, ഓക്കെ, ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് 5 ലാക്ക്. സോ ഇങ്ങനെ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഈ ലോൺ ഈസ് 5 ലാക്ക്. അപ്പൊ ഇതും കൂടി കൺസിഡർ ചെയ്തിട്ട് ഞാനൊന്ന് വെയിറ്റ് എടുക്കാം. ഓക്കെ അല്ലെ? അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ ടോട്ടൽ 25 ലാക്ക് വരും. അപ്പൊ ഇവിടെ 0.2, ഇവിടെ 0.6 ആൻഡ് 0.2 വരും. സോ നെക്സ്റ്റ് നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്? സോ 60%. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ? കോസ്റ്റ് അല്ലെ? സോ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എത്തത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 15, ഡിബെഞ്ചർ 10, ഇവിടെ 12. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാം. 15 into 0.2 is 3, 10 into 0.6 is 6, 12 into 0.2 is 2.4. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11.4 കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യം ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ 11.25 ആയിരുന്നു എക്സിസ്റ്റിംഗ് വാക്ക്. ന്യൂ വാക്ക് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 11.4. മനസ്സിലായോ? എക്സിസ്റ്റിംഗ് വാക്ക് ഇസ് 11.25, ന്യൂ വാക്ക് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 11.4. ഓക്കെ, വാട്ട് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയുമ്പോൾ ജസ്റ്റ് ഈ 12% മാത്രമേ വരാം. സോ കുറച്ചും കൂടി നോക്കുമ്പോൾ നമുക്ക് കമ്പാരിസന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കുറച്ചുകൂടി റിലവന്റ്. കാരണം ഇനി അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു 5 ലക്ഷം രൂപ എടുക്കുമ്പോൾ ഐ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് എനിക്ക് 12% കിട്ടണം. മനസ്സിലായി? ഈ 11.4-നേക്കാളും കുറച്ചുകൂടി എന്താ പറയാ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് എടുക്കാൻ പറ്റുന്നത് ഈ 12%. അപ്പൊ 12% നമുക്ക് ഇപ്പോൾ ഉള്ള പൊസിഷനിൽ ഇങ്ങനെയുണ്ട്. ഞാനൊരു 5 ലക്ഷം വാങ്ങിക്കുന്ന സമയത്ത് ഐ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഐ ഷുഡ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 12%, അല്ലെ? ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇതേ സംഭവങ്ങള് നമുക്ക് കുറച്ച് വേറെ രീതിയിൽ ഒരു ടെക്സ്റ്റില് ഇലുസ്ട്രേഷൻ 80 വരുന്നതാണ്. അപ്പൊ അത് നോക്കാം, നമുക്ക് എങ്ങനെയാ വരുന്നത് നോക്കാം. അപ്പൊ അവിടെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഇപ്പൊ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇസ് ഗിവൺ 5 ലാക്ക് ആൻഡ് ഡിബെഞ്ചർ ഇസ് ഗിവൺ 15 ലാക്ക്.
അപ്പൊ ഇവര് തമ്മിൽ ഒരു വെയിറ്റ് ഉണ്ട്, അതായത് 25%ഉം അതേപോലെ 75% എന്ന രീതിയിൽ ഒരു വെയിറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവരെന്താ വെച്ചാൽ വി വിൽ കൺസിഡർ ദിസ് ആസ് ഒപ്റ്റിമം വെയിറ്റ്. ഒപ്റ്റിമം മീൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെയിറ്റേജ്, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഡെപ്റ്റും തമ്മിലുള്ള ഒരു റേഷ്യോ ഉണ്ടല്ലോ, എപ്പോഴും ബെറ്റർ ഇതാണെന്നുള്ള രീതിയിൽ എടുക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് പറയാണ്, ശ്രദ്ധിച്ചേക്കുക, ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിബഞ്ചറാണ്. ഇതിന് ചിലപ്പോൾ 20% ഉണ്ടാവാം. ഈ ഡിബഞ്ചറിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 15% ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി നിങ്ങളോട് പറയാണ്, നിങ്ങൾ പുതിയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ പോവാം. ഓക്കെ, സോ ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നു. എത്ര എമൗണ്ട്? ഒരു 2 lakh rupees ഇഷ്യൂ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് എന്ത് പുതിയതായിട്ട് വരുമ്പോൾ ഈ വെയിറ്റേജും സെയിം ആയിരിക്കണം. അതായത് ഇവിടെ 0.25% 75 ആണല്ലോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എത്രയാണോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നത്, സോ പ്രൊപ്പോർഷനേറ്റ്ലി ഡിബെഞ്ചറും നമ്മൾ എടുക്കുമ്പോൾ അതേപോലെ എടുക്കണം. അപ്പൊ അവിടെ ഡിബെഞ്ചർ വരുമ്പോൾ ഇവിടെ നോക്ക്, 5 ലക്ഷത്തിന് 15 ആണെങ്കിൽ 2 ലക്ഷത്തിന് നമ്മൾ എത്ര എടുക്കണം അല്ലെ? 6 ലക്ഷത്തിന്റെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ ആണോ? യെസ്. സോ ദാറ്റ് മീൻസ് നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓക്കെ, സോ എന്തായാലും വെയിറ്റേജ് മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ്. വെയിറ്റേജ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? ഈ 0.25ഉം 0.75ഉം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 lakhന് നിങ്ങൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, അപ്പൊ അതിന് ചിലപ്പോൾ 21% ഒക്കെ വരാം. അതേപോലെ ഈ ഡിബഞ്ചർ 6 lakh ആണല്ലോ അല്ലെ? സോ ഈ 6 lakhന് ചിലപ്പോൾ ഒരു 16% ഒക്കെ വരാം. സോ ഇനീഷ്യലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് പോലെ ആയിരിക്കണം എന്നില്ല നമ്മളെ ന്യൂ കേസ് വരുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാം നോക്കാം. ഒന്ന്, ഓക്കെ, വാട്ട് ഈസ് എക്സിസ്റ്റിംഗ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഓക്കെ, എന്താണ് എക്സിസ്റ്റിംഗ്? എക്സിസ്റ്റിംഗ് വരുന്ന സമയത്ത് നമ്മൾ ഈ വെയിറ്റേജ് കൺസിഡർ ചെയ്യും ആൻഡ് ഈ കോസ്റ്റ് കൺസിഡർ ചെയ്യും. ഓക്കെ അല്ലെ? യെസ്. ഇനി വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ, എടാ വെയിറ്റേജ് എന്ത് തന്നെ ആയിരിക്കും? 0.25ഉം 0.75ഉം തന്നെ ആയിരിക്കും. മനസ്സിലായോ? വെയിറ്റേജ് വിൽ ബി 0.25 ആൻഡ് 0.75 സെയിം. ഓക്കെ, പക്ഷെ നമ്മൾ കോസ്റ്റ് എടുക്കുന്ന സമയത്ത് 21ഉം 16ഉം എടുക്കണം. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായത്, വെയിറ്റ് എക്സിസ്റ്റിംഗ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇത് രണ്ടെണ്ണം. ഓക്കെ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടെണ്ണം. ഓക്കെ, ഇനി ചിലപ്പോൾ ന്യൂ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വയ്ക്കാം. ഓക്കെ, പുതിയതായിട്ട് എത്രയാ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെയും വെയിറ്റേജ് സെയിം ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഉള്ളത് 5 ആണ്. സോ 0.25 ആൻഡ് 75 ഉണ്ടായിരുന്നു. ഇതേ പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വെയിറ്റേജ് എന്ത് ആയിരിക്കും? 0.25 ആൻഡ് 0.75 ആയിരിക്കും. പക്ഷെ കോസ്റ്റ് മാറും അല്ലെ? കോസ്റ്റ് മാറൂലേ? യെസ്. കാരണം എന്താ? ഈ 5 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് 20 ആണ്. ഓക്കെ, ഈ 2 ലക്ഷത്തിന് 21%. അപ്പൊ ഇവിടെ ഒരു ആവറേജ് വ്യത്യാസം വരും. അതായത് നോക്ക്, ഇവിടെ ഈ 5 ലക്ഷത്തിന് നമ്മൾ 20% വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് 5 lakh 20%. 2 lakhന് നമുക്ക് ഒരു 21% വരുന്നുണ്ട്. അപ്പൊ ഇവിടെ 20% എന്ന് പറയുമ്പോൾ എത്ര വരിക? 10 അല്ലെ? 2 into 21% എന്ന് പറയുമ്പോൾ 4.2. സോ ടോട്ടലി 14.2 വരും. ഓക്കെ, ഇത് എത്രയാണ് അല്ലെ? 5 into 20% 10 അല്ല, സോറി, 5 into 20% 1 അല്ലെ? ഓക്കെ, 1. 2 into ഇതെന്ന് പറയുമ്പോൾ 0.42. ഓക്കെ, സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1.42 വരും. ഇത് 7 ലക്ഷം രൂപയ്ക്കാണ് ഈ 1.42 lakhsന്റെ നമുക്ക് ചെലവ് വരുന്നത്. അപ്പൊ ഓൺ ആൻ ആവറേജ് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി, എത്ര വരിക? 1.42 divided by 7. How much? 1.42 divided by 7 എത്രയാ? 20.28 അല്ലെ? യെസ്. അപ്പൊ ഇവിടെ ഒരു ചേഞ്ച് വന്നു, 20.28. ഇവിടെയും അതിനനുസരിച്ചിട്ട് നമ്മളെ എന്താ പറയാ, ഇതിന്റെ ഡെപ്റ്റ് ഉണ്ടല്ലോ, ഡെപ്റ്റിന്റെ മിക്സ്ചറിൽ വ്യത്യാസം വരാറ്. ഇവിടെ 15 lakhന് 15, ബാക്കി 6 ലക്ഷത്തിന് 16. അപ്പൊ ഇവിടെ ഒരു ആവറേജും കൂടി വരും, ഡെപ്റ്റിന്റെ ആവറേജ് കോസ്റ്റും കൂടി വരും. അപ്പൊ ഈ 15ഉം 16 മാറി ഒരു എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും അല്ലെ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ അതും കൂടി എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ ഇവിടെ നോക്ക്, 3 പോസിബിലിറ്റീസ് ആണുള്ളത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, 3 പോസിബിലിറ്റീസ്. വാട്ട് ഈസ് എക്സിസ്റ്റിംഗ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? വാട്ട് ഈസ് ന്യൂ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? എല്ലാത്തിനും വെയിറ്റേജ് സെയിം ആണ്. മനസ്സിലായോ? ഓക്കെ, നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് നെറ്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ 1-2 പേര് മെല്ലെ മെല്ലെ ലീവ് ആവുന്നുണ്ട് പറ്റി.
ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ബാക്കിയുള്ളത് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് നേരെ ഇലുസ്ട്രേഷൻ 18ലേക്ക് പോകാം. ഓക്കെ, സോ ഇത് വായിച്ചു നോക്കി. മാസ്കോ ലിമിറ്റഡ് വിഷസ് ടു റേസ് അഡീഷണൽ ഫിനാൻസ് ഓഫ് 10 lakhs. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് 10 ലക്ഷം രൂപ അഡീഷണലി റേസ് ചെയ്യണം ഫോർ മീറ്റിംഗ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്. It has 2,10,000 in the form of retained earnings available for investment purpose. അപ്പൊ അവരുടെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്? 2,10,000 രൂപ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന പേരിലുണ്ട്. ഓക്കെ, ഫർദർ ഡീറ്റെയിൽസ് ആർ ആസ് ഫോളോസ്. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഷുഡ് ബി 3:7. അപ്പൊ ടോട്ടൽ 10 lakhs അല്ലേ വേണ്ടേ? അല്ലെ, 10 ലക്ഷമാണ്. അപ്പൊ 10 ലക്ഷത്തിന് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്തായിരിക്കണം എന്ന് പറഞ്ഞത്? 3:7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് എത്ര വരണം? ഡെപ്റ്റ് എത്ര? 3 lakh അല്ലേ? ബാക്കി 7 lakh എന്തായിരിക്കണം? ഇക്വിറ്റി ആയിരിക്കണം. സെറ്റ് ആണോ? ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ടോട്ടൽ 10 lakhന്റെ അത്യാവശ്യമുണ്ട്. ഈ 10 lakh സ്പ്ലിറ്റ് പറഞ്ഞത് 3:7 ആണ്. അപ്പൊ 3 lakh ആൻഡ് 7 lakh ആണ്. 3 lakhന്റെ എന്ത്? 3 lakhന്റെ ഡെപ്റ്റ് ആൻഡ് 7 lakhന്റെ ഇക്വിറ്റി. യെസ്. ഇനി ഇവർ പറയുന്നു ഓൾറെഡി അവരുടെ കയ്യിൽ 2,10,000 എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ആണ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്തും കൂടി വരും? ആ റിസോഴ്സും റീറ്റെയിൻ ഏർണിംഗ്സും കൂടി വരുന്നുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ 2,10,000 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ 7 lakh 2.1 lakh ഓൾറെഡി ഇറ്റ് ഈസ് റീറ്റെയിൻ ഏർണിംഗ്സ്. ഓക്കെ അല്ലെ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ. സോ 3 lakh rupeesന്റെ ഡെപ്റ്റ്, 7 lakh rupeesന്റെ ഇക്വിറ്റി. 7 lakh ഓൾറെഡി 2.1 lakh നമ്മുടെ റീറ്റെയിൻ ഏർണിംഗ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അപ് ടു 1,80,000 ഇത്രയാണ്. അപ് ടു ബിയോണ്ട് 1,80,000 16% ബിഫോർ ടാക്സ്. ഓക്കെ, സോ ടാക്സിന് മുമ്പേ വരുന്നത് 10% ആണ്. നമ്മൾ 1,80,000 വരെ 10%, 1,80,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ 16%. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായി 3 ലക്ഷം രൂപയുടെ ഡെപ്റ്റ് ആണ്. ഓക്കെ, എടാ 1,80,000-ന് 10% അല്ലേ പറഞ്ഞേ? യെസ്, 10% ബിഫോർ ടാക്സ്. അപ്പൊ ആഫ്റ്റർ ടാക്സ്, ടാക്സ് ഇസ് 50%. ആഫ്റ്റർ ടാക്സ് വരുമ്പോൾ എന്ത് വരും? 10% ഇൻറ്റു 1 മൈനസ് 0.5 വരും അല്ലെ? സോ 10% ഉള്ളത് 5% ആവും അല്ലെ? ഓക്കെ, അപ്പൊ ആദ്യത്തെ 1,80,000 നമുക്ക് എത്രയാ ചെലവുള്ളത്? 5% ആണ് കോസ്റ്റ് വരും. അപ്പൊ ബാക്കി എത്രയും കൂടി നമുക്ക് വേണം അല്ലെ? 1,20,000 കൂടി അല്ലേ വരണ്ടേ? യെസ്. അപ്പൊ ഈ 1,20,000 റുപ്പീസിന് ഓക്കെ, സോ ബാക്കി എത്ര എമൗണ്ട് വരുന്നത്? 16% വരും അല്ലെ? സോ ബിയോണ്ട് 18, 1,16%. സോ 16% പറയുമ്പോൾ ആഫ്റ്റർ ടാക്സ് ഇറ്റ് ഈസ് 8%. ക്ലിയർ ആണോ? സോ 1,80,000 5%, 1,20,000 8%. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് നമുക്ക് ആവറേജ് ചെയ്ത് വെക്കാം അല്ലെ? യെസ്, ഒന്ന് വെയിറ്റേജ് എടുത്ത് ചെയ്യാം. ഓക്കെ, സോ ടോട്ടൽ 3 lakh ഉള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അതായത് ഇപ്പൊ 1,80,000 5% എത്ര വരുന്നതെന്ന് പറയാം. വെയിറ്റേജ് എടുക്കുകയാണെങ്കിൽ വെയിറ്റേജ് എടുത്ത് ചെയ്യാം. ഓക്കെ അല്ലേ? അതല്ലെങ്കിൽ ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കുക, എന്താ പറയാ? 1,80,000 5%. 9,000 ആണോ? ഓക്കെ, 1,20,000 8% എത്രയാ? 1,20,000 8%. 48 and 9,600 അല്ലെ? അപ്പൊ ടോട്ടൽ നമുക്ക് ചെലവ് വരുന്നത് 18,600 ആണ് അല്ലെ? എടാ 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വരുന്ന ചെലവ് 18,600 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് എത്ര ഉണ്ടാവും പറയും? 18,600 ഡിവൈഡഡ് ബൈ 3 ലക്ഷം എത്ര വരും? 6.2. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി. എടാ നമുക്ക് ഇതാ വരുന്ന കോസ്റ്റ്, ഈ 3 ലക്ഷം രൂപ ഡെപ്റ്റ് വരുന്ന കോസ്റ്റ് എത്രയാ? 3.2% ആണ്. മനസ്സിലായത്? കോസ്റ്റ് 6.2% ആണ്. ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് 6.2%. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം എന്തൊക്കെയുള്ളത്. താഴെ നോക്ക്. ഡിറ്റർമൈൻ പാറ്റേൺ ഓഫ് റേസിംഗ് അഡീഷണൽ ഫിനാൻസ്. സോ ഹൗ ദിസ് ഫിനാൻസ് ഇസ് ടു ബി റേസ്ഡ്. അപ്പൊ നമ്മൾ ആ 10 ലക്ഷം റേസ് ചെയ്യുമ്പോൾ എങ്ങനെ റേസ് ചെയ്യണം നോക്കടാ. ഈ 10 ലക്ഷത്തില് നമ്മൾ 3 lakh ഡെപ്റ്റ് എടുക്കും. ഓക്കെ, 7 lakh ഇക്വിറ്റി വേണം. അപ്പൊ അതിൽ 2.1 lakh റീറ്റെയിൻ ഏർണിംഗ്സ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി 4.9 lakh നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? ഇഷ്യൂ ഇക്വിറ്റി ഷെയർ അല്ലേ?
മനസ്സിലായോ? സോ 2.1 ലാക്ക് റീറ്റെയിൻ ഏർണിംഗ്സ്, ബാക്കി 4.19 നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യണം. ശരി, ഇനി പോസ്റ്റ് ടാക്സ് ആവറേജ് കോസ്റ്റ് ഓഫ് അഡീഷണൽ ഡെപ്റ്റ് ചോദിക്കുന്നത്. അതായത് പോസ്റ്റ് ടാക്സ്, ആഫ്റ്റർ ടാക്സ് എത്രയാണ് ആവറേജ് കോസ്റ്റ് ഓഫ് അഡീഷണൽ ഡെപ്റ്റ്? അത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ് മക്കളെ വരുന്നത്? 6.2%. ക്ലിയർ അല്ലേ? 6.2% അല്ലേ വരുന്നത്? യെസ്, ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിംഗ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിംഗ്സ് ആസ് വെൽ ആസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. സോ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, റീറ്റെയിൻ ഏർണിംഗ്സിന്റെയും ഇക്വിറ്റി കോസ്റ്റിന്റെയും വ്യത്യാസം വരുന്നത് ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കാരണം മാത്രം. അപ്പൊ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല എങ്കിൽ, അല്ലെ, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല എങ്കിൽ ഓക്കെ, ഇറ്റ് വിൽ ബി സെയിം, കെ ഇ വിൽ ബി ഈക്വൽ ടു കെ ആർ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, ഇ പി എസ് ഇസ് 4. ഓക്കെ ആണോ? ഇ പി എസ് ഇസ് 4. അപ്പൊ ഡിവിഡൻഡ് പേ ഔട്ട് ഇസ് 50% ഓഫ് ദ ഏർണിംഗ്സ്. ഓക്കെ, സോ ഇ പി എസ് 4 ആണ്. സോ ഡിവിഡൻഡ് പേ ഔട്ട് ഇസ് 50% എന്ന് പറയുമ്പോൾ 2 rupees വരും, അല്ലെ? യെസ്, അപ്പൊ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയാ, 2 rupees ആണ്. ഓക്കെ, സോ എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇസ് 10%. ഓക്കെ ആണോ? എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇസ് 10% തന്നിട്ടുണ്ട്. കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇസ് 44. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കെ ഇ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നോക്ക്, നിങ്ങൾ ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറയേണ്ടത് നോക്ക്, ശ്രദ്ധിച്ചേക്കാം. യെസ്, നോക്ക്, നമുക്ക് 4 രൂപയാണ് എന്തുള്ളത്? ഇ പി എസ് ഉള്ളത്. അപ്പൊ 4 രൂപയുടെ 50% എന്ന് പറയുമ്പോൾ 2 rupees ആണ് D0 വരാം. ഓക്കെ, സോ D0 കിട്ടി 2 രൂപ. അപ്പൊ അതിലേക്ക് ഗ്രോത്ത് റേറ്റ് ഇവര് ക്വസ്റ്റ്യനിൽ 10% പറയുന്നുണ്ട്. അപ്പൊ 2 × 1.1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2.2 എന്നാണ് ഇത് കിട്ടുക, D1 കിട്ടുക, അല്ലെ? സോ D1 is equal to 2 plus 10%. ഓക്കെ, ദാറ്റ് ഈസ് 2.2 കിട്ടും. ഓക്കെ, ഇനി D1 ഡിവൈഡഡ് ബൈ P0 പ്ലസ് G ആണ് എന്ത്? K. അപ്പൊ 2.2 ഡിവൈഡ് ബൈ പ്രൈസ് ഇസ് ഗിവൺ അറ്റ് 44 പ്ലസ് ഗ്രോത്ത് റേറ്റ് ഡെസിമൽ ഫോമിൽ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര പെർസെന്റ് കിട്ടും? 15% കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് കിട്ടും. മനസ്സിലായോ? സി, ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റിന്റെ കാര്യമൊന്നും പറയുന്നില്ല. മനസ്സിലായോ മക്കളെ? അല്ലെ, ഫ്ലോട്ടേഷൻ കോസ്റ്റിന്റെ കാര്യം ഒന്നും പറയുന്നില്ലല്ലോ ക്വസ്റ്റ്യനിൽ. ഇല്ല. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ ഇവിടെ കുറക്കണ്ടേ? അല്ലെ, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇക്വിറ്റി കെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവിടെ കുറക്കണം. മനസ്സിലായോ? കെ കാണുന്ന സമയത്ത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറക്കണം. ഓക്കെ, പക്ഷെ കെ ആർ കാണുന്ന സമയത്ത് കുറക്കണ്ട. അപ്പോ ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ഓക്കെ, ദിസ് വിൽ ബി കെ ആർ മാറൂലായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ എന്ത് മാറ്റം വരും? കെ വിൽ ബി ചേഞ്ച്ഡ്. സോ കെ വിൽ ബി ഗ്രേറ്റർ ദാൻ കെ ആർ, അതായത് കെ വിൽ ബി ഗ്രേറ്റർ ദാൻ 15%. സോ ഈ ക്വസ്റ്റ്യനിൽ ഡിഫറെന്റ് ആയിട്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റിനെ പറ്റി പറയാത്തതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി 15%. ഓക്കെ, യെസ്. അപ്പൊ അതും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ട് ചെയ്തു. മക്കളെ നോക്കിക്കോ, 3 lakh rupees ആണ് നമ്മൾ അഡീഷണൽ വരുന്നത്. അപ്പൊ ആ 3 lakhന് നമുക്ക് കോസ്റ്റ് വരുന്നത് 6.2% ആണ്. ഇനി റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിക്കോട്ടെ ഇക്വിറ്റി ആയിക്കോട്ടെ, ഇവിടെ കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടോ? കെ ആൻഡ് കെ ആർ തമ്മിൽ വ്യത്യാസം ഇല്ലല്ലോ, 15 തന്നെ അല്ലേ? ഇവിടെ മക്കളെ നമ്മളിപ്പോ ഇത് 2.1ഉം ഇത് 4.9 എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ 15 ആണ്, 2.1 ആൻഡ് 4.9 ആണ്. സോ ഈ സ്പ്ലിറ്റിന്റെ ആവശ്യം ഇവിടെ വരാത്തതിന് റീസൺ ഇത് രണ്ടും സെയിം ആണ്, അല്ലെ? അപ്പൊ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലേലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒറ്റയടിക്ക് 7 എഴുതിയിട്ട് 15 എഴുതാം. മനസ്സിലായോ? 7 and 15 എഴുതാം. ഇത് രണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? ആ 2.1 ഇത് കൊടുക്കും, 4.9 വേറെ കൊടുക്കും. മനസ്സിലായോ? സെറ്റ് അല്ലേ? യെസ്, ദാറ്റ്സ് ഓൾ. സോ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. സോ അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയതാ 0.7ഉം 0.3ഉം 15%, 6.2. ഓക്കെ അല്ലേ? സെറ്റ് ആണോ? യെസ്. ഇനിയിപ്പോ 12.36 ആൻസർ. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു ബാക്കിലോട്ട് പോവാണെങ്കിൽ നോക്ക്, ഞാനിപ്പോ 1,80,000 നമ്മളോട് പറഞ്ഞ കോസ്റ്റ് എത്രയാ? 1,80,000. ആദ്യത്തെ 1,80,000 ഉണ്ടല്ലോ, അതിന് നമ്മളോട് പറഞ്ഞ കോസ്റ്റ് 5% ആണ്. രണ്ടാമത്തെ 1,20,000 നമ്മളോട് പറഞ്ഞ കോസ്റ്റ് എത്രയാ? 8% അല്ലേ?
പിന്നെ വരുന്ന 7 ലാക്ക് അതിന്റെ സ്പ്ലിറ്റ് വേണമെന്ന് ആവശ്യമില്ല, നിങ്ങൾക്ക് അത് അറിയാം അല്ലെ. ഞാൻ 7 ലാക്കിന് വരുന്ന കോസ്റ്റ് എത്രയാ? 15%. സോ ഇത് വെച്ച് ചെയ്താലും നമുക്ക് ആ 12% കിട്ടണം, 12.36 കിട്ടണം. കാരണം നമുക്ക് 1,80,000 into 5% 9,000. 1,20,000 into 8% is 9,600. 7 lakh into 15% എന്ന് പറയൂ, 10,500 ആണോ? So you add this, okay, you will get a 28 and the 29 100 അല്ലെ. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 10 ലക്ഷം വരും ആണോ? എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? ഓക്കെ, 1,05,000 അല്ലെ, സോറി 1,05,000. അപ്പൊ ടോട്ടൽ എത്ര വരുന്നത്? 12,36,000 ആണോ? അല്ല, 12,26,000 ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പറയൂ. 36, ഓക്കെ. 1 lakh, ഓക്കെ ഓക്കെ ഓക്കെ, 1,23,600. ശരി. സോ 1 lakh ഇവിടെ ക്ലോസ് ചെയ്തിട്ടാ, ഡോറ് ക്ലോസ് ചെയ്യും. 1,23,600 അല്ലെ. യെസ്. അപ്പൊ 10 ലക്ഷത്തിനല്ലേ നമുക്ക് ഇത് ചെലവ് വരുന്നത് എന്ന് പറയുമ്പോൾ 12.36% അല്ലേ ചെലവ്, അല്ലടാ? ഓക്കെ, സംഭവം ക്ലിയർ ആയോ? യെസ്. അപ്പൊ ഇത് ആവറേജ് കണ്ടുപിടിക്കുന്നു, അങ്ങനെ അങ്ങനെ ചെയ്തു പോകുന്നതെന്നുള്ളൂ. സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. ഓക്കെ. അടുത്തത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ക്ലാസ്സിൽ എടുക്കാറില്ല. കാരണം ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ മനസ്സിലാവാത്തതുകൊണ്ട് ചില സമയത്ത് ക്ലാസ്സിൽ ഞാൻ ഇത് എടുക്കാറില്ല. ബട്ട് നമുക്ക് നോക്കാം. സോ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ് മേ ബി വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. ഇല്ലസ്ട്രേഷൻ 18 ഒന്ന് നോക്കൂ. ABC Limited has the following capital structure. Okay. So ABC Limited എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ഇറ്റ്സ് ഹാവിംഗ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ വിച്ച് ഇസ് കൺസിഡേർഡ് ഒപ്റ്റിമം. ഓക്കെ അല്ലെ. സോ ഒപ്റ്റിമം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കൂ മക്കളെ, ഇത് എക്സിസ്റ്റിംഗ് ആണ് അല്ലെ. എക്സിസ്റ്റിംഗ് വിച്ച് ഇസ് കൺസിഡേർഡ് ആസ് ഓൺ 31/3/2023. ഓക്കെ, ആ ഒരു സമയമാകുമ്പോഴേക്കും, ഓക്കെ, 31/3/2023 ആകുമ്പോഴേക്കും ഈ 14% ഡിബെഞ്ചേഴ്സ്, 11% ഇക്വിറ്റി എന്നുള്ള രീതിയിൽ 30,000, 10,000 ആൻഡ് 1,60,000, 2 lakh ടോട്ടൽ വരുന്നത് നല്ലതാണ്. ഓക്കെ, സോ ഇതാണ് ഒപ്റ്റിമം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇതിന്റെ ഒരു പെർസെന്റേജ് വരാം അല്ലെ. സോ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 2 lakh ഉണ്ട്. ഈ 2 lakhന്റെ 30,000 എമൗണ്ട് എന്ന് പറയുമ്പോൾ 15% എന്ത് വരും? ഡിബെഞ്ചേഴ്സ് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് 15%. ഇത് എത്ര പെർസെന്റേജാ? ഈ 10,000 പറയുമ്പോൾ 2 lakhന്റെ 5%. ഈ 1,60,000 പറയുമ്പോൾ 80%. അപ്പൊ അവരൊരു പാറ്റേൺ ഉണ്ട്. എന്താണ്? 15%, 5% ആൻഡ് 80% എന്ന രീതിയിൽ വരുന്നുണ്ട്. സോ ഇത് ഒപ്റ്റിമം ആണെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി കമ്പനി എന്തേലും പൈസ റേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, എമൗണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ മേക്ക് ഇറ്റ് ഇൻ ദിസ് പാറ്റേൺ. മനസ്സിലായോ? അതായത് ഇവർ 10 രൂപ റേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? 10 രൂപ റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 1.5 രൂപ ഡിബെഞ്ചർ ആയിരിക്കും. ഓക്കെ, ബാക്കി 50 പൈസ പ്രിഫറൻസ് ആയിരിക്കും. 8 rupees ഇക്വിറ്റി ഷെയർ ആയിരിക്കും. അത് അങ്ങനെ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഓക്കെ, then തന്നിട്ടുള്ളത് ദ കമ്പനി ഷെയർ ഹാസ് എ മാർക്കറ്റ് പ്രൈസ് ഓഫ് 23.60. ഓക്കെ, സോ കമ്പനിയുടെ ഷെയറിൽ മാർക്കറ്റ് പ്രൈസ് എത്ര തന്നിട്ടുണ്ട്? 23.60 തന്നിട്ടുണ്ട്. ഓക്കെ, സോ കമ്പനി ഷെയർ ഹാസ് എ മാർക്കറ്റ് പ്രൈസ് ഓഫ് 23.60. സോ കമ്പനിയുടെ ഷെയറിന്റെ ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ് 23.60 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് പെർ ഷെയർ ഇസ് 50% ഓഫ് 2022 EPS. അപ്പൊ 2022 EPS എന്താണോ, ഓക്കെ, അതിന്റെ 50% ആയിരിക്കും അടുത്ത വർഷം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡിവിഡൻഡ്. അതും പറയട്ടെ. സോ D1 is equal to 2022 EPS 50%. സോ നമുക്ക് നോക്കാം. Following is the uniform trend of EPS for the preceding 10 years, which is expected to continue in future. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെൻഡ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രെൻഡ് മനസ്സിലാക്കാം. 2013 ഒന്നുണ്ടായിരുന്നു, പിന്നെ 1.1 ആയി, 1.21, 1.33, 1.46, 1.61, അങ്ങനെ അങ്ങനെ കൂടിക്കൊണ്ട് പോവാം. സോ വാട്ട് ഈസ് ദ പെർസെന്റേജ് ചേഞ്ച് ഒന്ന് നോക്കി. എത്ര പെർസെന്റേജ് ആണ് നമ്മൾ ഗ്രോത്ത് ഉള്ളത് നോക്കി. എത്ര പെർസെന്റേജ് ഗ്രോത്ത് ഉള്ളത്? എടാ 1 രൂപ 1.1 ആയി അല്ലെ. അപ്പൊ ഗ്രോത്ത് വരുമ്പോൾ ഇറ്റ്സ് 10%. ഓക്കെ, 10%. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇല്ലസ്ട്രേഷൻ 18 ഓരോ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഗ്രോത്ത് ഇസ് ഈക്വൽ ടു 10%. അത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും.
ഇനി 2022 EPSന്റെ ഓക്കെ 50% ആയിരിക്കും അടുത്ത വർഷത്തെ ഡിവിഡൻഡ് എന്ന് ഇവിടെ പറയുന്നത് കണ്ടോ. ദ നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് D1 വിൽ ബി 50% ഓഫ് 2022 EPS. പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മിസ്സിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡിഫറെന്റ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, സോ ഇത് കറക്റ്റ് പറയുന്നുണ്ട് 2022 EPSന്റെ 50%. ഓക്കെ, യെസ്. അപ്പൊ 2022 EPS എന്ന് പറയുന്നത് 2.36. ഓക്കെ, അപ്പൊ D1 ഇസ് ഈക്വൽ ടു 2022 EPS 2.36. ഇതിന്റെ 50% എന്ന് പറയുമ്പോൾ എത്ര വരും? 1.18 വരും. ഓക്കെ, 1.18 അതും കിട്ടി. ഇനി ഇത് 2 പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലെ? ഓക്കെ അല്ലെ? ഫസ്റ്റ് എന്ത് കണ്ടുപിടിച്ചു? G കണ്ടുപിടിച്ചു. രണ്ടാമത്തത് D1 കണ്ടുപിടിച്ചു. ശരി. ഇനി ഈ ഫസ്റ്റ് പറയുന്ന പോർഷനിൽ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു പ്രൊപ്പോഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിബെഞ്ചർ എന്ന് പറയുന്നത് 15%. ഓക്കെ, 0.15. പ്രിഫറൻസ് ഇസ് ഗിവൺ അറ്റ് 0.05. ഓക്കെ, ഇക്വിറ്റി ഷെയർസ് ഇസ് ഗിവൺ അറ്റ് 0.8. സോ ഇതാണ് നമ്മുടെ വെയിറ്റേജ് വരേണ്ടത്. സോ ഇനി അങ്ങോട്ടേക്ക് റേസ് ചെയ്യാൻ പോകുന്ന 100 രൂപ റേസ് ചെയ്താൽ 15,580 എന്ന് പറഞ്ഞിട്ട് റേസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. കമ്പനി ഇഷ്യൂഡ് ന്യൂ ഡിബെഞ്ചേഴ്സ് ക്യാരിങ് 16%. അതായത് കമ്പനി പ്ലാൻ ചെയ്തത് ഇപ്പോൾ 14% ആണെങ്കിൽ പോലും കമ്പനി ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് ഈ രീതിയിലാണ്. അത് നമ്മൾ നേരത്തെ നോക്കിയിട്ട് ജസ്റ്റ് ഒപ്റ്റിമം വെയിറ്റേജ് മാത്രം കാണാൻ എടുത്താൽ മതി. അപ്പൊ ഇവിടുന്ന് ദ കമ്പനി ഇഷ്യൂഡ് ന്യൂ ഡിബെഞ്ചേഴ്സ് ക്യാരിങ് 16% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇസ് 96. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി അവിടെ ഡിബെഞ്ചറിന്റെ ഫേസ് വാല്യൂ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ 96 ഒക്കെ കാണുന്നതുകൊണ്ട് എന്തായിട്ട് എടുക്കാം? 100 ആയിട്ട് എടുക്കാം അല്ലെ? അപ്പൊ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബെഞ്ചറിന്റെ 16% എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ 16 രൂപ എന്ത് വരും? 16 രൂപ വരൂലേ ഇൻട്രസ്റ്റ്? യെസ്. സോ നോക്കുക, ഫേസ് വാല്യൂ ഓഫ് ഡിബെഞ്ചർ ഇസ് ഈക്വൽ ടു 100. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100ന്റെ 16% എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും? യെസ്, 16 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ടാക്സ് എത്ര പറയുന്നുണ്ട്? കമ്പനി ഇസ് ഇൻ 50% ടാക്സ് ബ്രാക്കറ്റ്. ഓക്കെ, ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം. സോ ഇതിന്റെ ഇപ്പൊ പുതിയ ഇഷ്യൂ ആണ്. ഓക്കെ, പുതിയ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടെ എന്തും കൂടി തരണം? ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടി തരണം അല്ലെ? യെസ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് തരേണ്ടതാണ്. പക്ഷെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് തരാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ഈ 96 നെറ്റ് പ്രൊസീഡ്സ് എന്നുള്ള രീതിയിൽ എടുക്കും. മനസ്സിലായോ? നെറ്റ് പ്രൊസീഡ്സ് ഈക്വൽ ടു ഇഷ്യൂ പ്രൈസ് ഇസ് ഈക്വൽ ടു 96 എടുക്കാം. ഇഷ്യൂ പ്രൈസ്, അതായത് ഇഷ്യൂ പ്രൈസ് ഡയറക്ട്ലി തരാത്തതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് പ്രൈസ് ആണ് ഇഷ്യൂ പ്രൈസ് എടുക്കും. ആൻഡ് അതിൽ നിന്ന് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറക്കേണ്ടതാണ്. ഇവിടെ ക്വസ്റ്റിനിൽ തരാത്തുണ്ട്, അത് എടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, നമുക്കറിയാം ഇക്വേഷൻ ഈസ് I into 1 minus tax divided by net proceeds. So I is equal to 16 interest into 1 minus 0.5 divided by 96. So you'll get 8 divided by 96. ആണോ? യെസ്. അപ്പൊ 8.33% കിട്ടി. ക്ലിയർ ആണോ? 8.33% സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ന്യൂ ഡെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടി. ഇത് രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ന്യൂ പ്രിഫറൻസ് ഷെയർസ്? ഓക്കെ, പുതിയ പ്രിഫറൻസ് ഷെയറിന്റെ എത്രയാണ്? ഇവിടെ പഴയതല്ല ചോദിക്കുന്നത് കേട്ടോ. സോ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യാൻ പോകുന്നതിന്റെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്, പഴയതല്ല. സോ ഒപ്റ്റിമം ആയിട്ട് ഇവർ കൺസിഡർ ചെയ്ത സാധനങ്ങളൊന്നുമല്ല. ഇതെന്താ? ന്യൂ പ്രിഫറൻസ് ഷെയർസ്, കോസ്റ്റ് ഓഫ് ന്യൂ പ്രിഫറൻസ് ഷെയർസ്. ഇവിടെ നോക്ക്, പ്രിഫറൻസ് ഷെയർ 9.20 വിത്ത് ആനുവൽ ഡിവിഡൻഡ് ഓഫ് 1.1 പെർ ഷെയർ. ഇത് കം ഡിവിഡൻഡ് എന്നുകൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഈ 9.20 വാല്യൂ ഉള്ള പ്രിഫറൻസ് ഷെയറിൽ ഓക്കെ 1.1ന്റെ ഡിവിഡൻഡ് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഇതിപ്പോ എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്തു പോവാം. അതായത് ഇവിടെ കം ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇപ്പൊ ചില സമയത്തെ നമുക്കിപ്പോ പ്രിഫറൻസിന്റെ ക്വസ്റ്റ്യനില് ഇങ്ങനെ പറയാം. അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ P0 എടുക്കാനല്ലേ പറഞ്ഞേ? അപ്പൊ അതിൽ P0 എടുക്കുമ്പോൾ വി ഹാവ് ടു ടേക്ക് എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ 1.1ന്റെ പ്രിഫറൻസ് ഡിവിഡൻഡ് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ താഴെ 9.2 എന്ന് പറയുന്നുണ്ട് മാർക്കറ്റ് പ്രൈസ്.
ഓക്കെ. അപ്പോൾ ഇത് വിത്ത് ആനുവൽ ഡിവിഡൻഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇങ്ങനെ ഒരു പ്രിഫറൻസ് ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയറിൽ 1.1 പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ട്. സോ ഇത് ഡിവിഡൻഡ് ആയിട്ട് ഇവർ എടുത്തിട്ടില്ല. ഓക്കെ. സോ ടെക്സ്റ്റിൽ ഇവർ സോൾവ് ചെയ്തിരിക്കുന്നത് തന്നെ ദിസ് ഇസ് എക്സ് എന്താണ് 9.20 ഇസ് എക്സ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അസംഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇറ്റ് ഈസ് ഡിവിഡൻഡ്, അതുകൊണ്ട് 1.1 ഒഴിവാക്കിയിട്ട് ചെയ്യാം. ഓക്കെ. പക്ഷെ ടെക്സ്റ്റിൽ ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത് ഈ 9.20 എക്സ് ഡിവിഡൻഡ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 1.1 ഡിവൈഡ് ബൈ 9.2 ഇത് എത്ര വരുന്നതെന്ന് പറയൂ. 1.1 ഡിവൈഡ് ബൈ 9.2 യെസ് എത്ര വരാ? 12%, 11.96. ഓക്കെ, 11.96 അല്ലെ? സോ ഇവർ അപ്രോക്സിമേറ്റ്ലി 0.212 തൊട്ടിട്ടുണ്ട്, 0.12 തൊട്ടിട്ടുണ്ട് 12%. യു ക്യാൻ ടേക്ക് 11.96, പ്രശ്നമില്ല. ഓക്കെ. സോ ഇക്വിറ്റി അത് ക്ലിയർ അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ, കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ. അപ്പൊ പുതിയ ഇക്വിറ്റി ഷെയറിന്റെ എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ കോസ്റ്റ് എത്രയാണ്, കെ എത്രയാണെന്ന് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത് നോക്ക്, അസ്യൂമിങ് ന്യൂ ഇക്വിറ്റി ഈസ് ഫ്രം റീറ്റെയിൻഡ് ഏർണിങ്സ്. അതായത് നമുക്കിപ്പോ ഓൾറെഡി ഏർണിങ്സ് എന്നാണ് ഷെയർ ക്യാപിറ്റലോട്ട് മാറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ബോണസ് ഒക്കെ പോലെ അറിയോ, റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എങ്ങോട്ട് മാറ്റാണ്, ഷെയർ ക്യാപിറ്റലോട്ട് മാറ്റുന്നതാണ് ബോണസ് ഒക്കെ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ജനറൽ റിസർവ് എന്തിലോട്ട് മറ്റേ ഷെയർ ക്യാപിറ്റലോട്ട് മാറ്റുന്നതാണ് ബോണസ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നൊന്നല്ല, ഇവർ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നാണ് ഷെയർ ക്യാപിറ്റലോട്ട് മാറ്റുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണോ കെ ആർ അത് തന്നെ ആയിരിക്കും കെ ഇ വരാം. ഓക്കെ. അപ്പോ ഇത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? സോ കെ ആർ കണ്ടുപിടിക്കണ്ടേ? യെസ്. എടാ കെ ആർ അല്ലെങ്കിൽ കെ ഇ ഇവിടെ പ്രശ്നമൊന്നുമില്ല, രണ്ടും സെയിം ആണ്. കാരണം എന്താണോ കെ ആർ അത് തന്നെ ആയിരിക്കും കെ ഇ, ബിക്കോസ് ഇറ്റ് ഈസ് പുതിയ ഇഷ്യൂ അല്ല. ഓക്കെ. സോ ഇഷ്യൂ ആണെങ്കിലും ഇത് ഇക്വിറ്റി ഷെയർ ക്യാപ് എങ്ങനെ വരുന്നത്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഷെയർ ക്യാപിറ്റലോട്ട് മാറ്റുന്നത്. ഓക്കെ അല്ലെ? യെസ്. അപ്പോ നമുക്ക് ആദ്യം D1 എത്രയാ തന്നെ, D1 എത്രയാ തന്നിട്ടില്ലേ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. D1 ഈസ് ഈക്വൽ ടു 1.18 ആണോ? ഓക്കെ. സോ D1 ഈസ് ഈക്വൽ ടു 1.18 ആൻഡ് P0 ഈസ് ഗിവൺ. ഇപ്പോൾ ഉള്ള ഷെയറിന്റെ പ്രൈസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാ P0? 23.60 അല്ലെ? യെസ്. ആൻഡ് ഗ്രോത്ത് ഇസ് ഗിവൺ. ഗ്രോത്ത് എത്ര പെർസെന്റേജ്? 10%. സോ ഇത് വെച്ചിട്ട് നമുക്ക് D1 ഡിവൈഡ് ബൈ P0 പ്ലസ് G എന്ന രീതിയിൽ ചെയ്യാം. സോ 1.18 ഡിവൈഡ് ബൈ 23.6 പ്ലസ് 0.10. സോ യു വിൽ ഗെറ്റ് ആൻസർ 15%. ക്ലിയർ ആണോ? 15% കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഗിവൺ, ആൻസർ ഇസ് 15%. ഓക്കെ. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചേക്ക്, ഇവിടെ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ കോസ്റ്റ് എത്രയാന്ന് ചോദിച്ചാലും 15%. ഈ പറഞ്ഞ ന്യൂ ഇക്വിറ്റി ഷെയറിന്റെ വരുന്നത് എത്രയാണ്? 15%. കാരണം ആ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നാണ് നമ്മൾ മാറ്റുന്നത് ഇക്വിറ്റി ഷെയറിലേക്ക്. അപ്പൊ അതുകൊണ്ട് നോക്ക്, പുതിയതായിട്ട് ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങിക്കുന്നതല്ല, അതുകൊണ്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓൾറെഡി ഉള്ള റീറ്റെയിൻഡ് ഏർണിങ്സ് തന്നെ മാറ്റമല്ലേ, അതായത് ഇഷ്യൂ ചെയ്യുന്നതിന്റെ ഇഷ്യൂ എക്സ്പെൻസ് വരാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് കെ ആർ ഇസിക്കൽ കെ ഇ ആവുന്നതാണ്. ഓക്കെ. യെസ്. ഇനി അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ്സ് ക്ലിയർ ആണ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, കാൽക്കുലേറ്റ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെൻ നോ ന്യൂ ഷെയർസ് ആർ ഇഷ്യൂ. ഓക്കെ. അപ്പൊ ഇവർ ചോദിക്കുന്നത് പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല, അതായത് ഓൾറെഡി ഇപ്പൊ റീറ്റെയിൻ ഏർണിങ്സ് ഒക്കെ ഉള്ളത് പോലെ അവിടത്തേക്ക് നിർത്താണ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കെ ഇ ഒന്നും മാറ്റം വരില്ല. ഇപ്പൊ എന്താണോ കെ ആർ കണ്ടുപിടിച്ചത് അത് തന്നെയാണ് കെ ഇ, അതായത് പുതിയ കെ ഇ ഒന്നും വരാനില്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ഒന്നുമില്ല, ശരിക്കും നിങ്ങളിപ്പോ ഓൾറെഡി നമുക്ക് ഡെപ്റ്റ് എത്രയാണെന്നും പ്രിഫറൻസ് എത്രയാണെന്നും ഇക്വിറ്റി എത്രയാണെന്നുള്ളത് കൺഫർമേഷൻ ആണ്. സോ ഡെപ്റ്റ് എന്ന് പറയുന്നത് 15% ആണ്, ഇത് 5% ആണ്, ഇത് 80% ആണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കോസ്റ്റ് എത്രയാന്നുള്ളത് ഡിസൈഡ് ചെയ്തു. സോ 8.33%,
പിന്നെ 11.96%. ആൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു അല്ലെ. സോ എത്ര കണ്ടുപിടിച്ചത്? 15%. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നിങ്ങൾ കോസ്റ്റ് കാണാം. ഓക്കെ ആണോ? മനസ്സിലായോ? യെസ്, അതായത് പുതിയ ഇവിടെ ഇത് മാറ്റം വരാനില്ല എന്ന്. ഓക്കെ അല്ലേ? ശരി, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നോക്ക്, ദ ബി ക്വസ്റ്റ്യൻ ആൻസർ ഇസ് നമ്മളിപ്പോൾ ചെയ്ത പോലെ 15, 5 ആൻഡ് 80 അതിലെ ഓരോ പെർസെന്റേജ് എഴുതി വെക്കാം. ഓക്കെ, 12 പകരം നിങ്ങൾക്ക് 11.96 എഴുതാം ആൻഡ് 13.85. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ എടുക്കാത്ത രണ്ട് പോയിന്റ്സ്. ഓക്കെ, ശ്രദ്ധിച്ചേക്ക. സോ കുറച്ചും കൂടി ഹയർ ലെവൽ. ഓക്കെ, നോക്കുക, ഡിറ്റർമൈൻ ദ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി സ്പെൻഡ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബിഫോർ ന്യൂ ഓർഡിനറി ഷെയർസ് മസ്റ്റ് ബി സോൾഡ്. ഓക്കെ, സോൾഡ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് ബിഫോർ മസ്റ്റ് ബി ഇഷ്യൂഡ് എന്ന് പറയാം. അതായത് നമ്മളിപ്പോ റീറ്റെയിൻഡ് ഏർണിങ്സ് വെച്ചിട്ട് തന്നെ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോവാം. ഓക്കെ, അപ്പൊ ഇവർ ചോദിക്കുന്ന എന്താ അറിയോ? ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ വേണം, അതായത് നമുക്ക് കുറച്ച് ഫണ്ട് വേണം. ഓക്കെ, പക്ഷെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാനും പാടില്ല. അപ്പൊ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഷെയർ അല്ലെ, ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള റീറ്റെയിൻഡ് ഏർണിങ്സ് വെച്ചിട്ട് വേണം, റീറ്റെയിൻഡ് ഏർണിങ്സും ഓക്കെ കുറച്ച് ഡിബെഞ്ചറും പ്രിഫറൻസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ. ശ്രദ്ധിച്ചേക്കാം എന്താന്ന് പറയാം. ഫസ്റ്റ് പോയിന്റ് ഇവിടെ നോക്കാം, അസ്യൂമിംഗ് ദാറ്റ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഫോർ ദ നെക്സ്റ്റ് ഇയർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 50% ഓഫ് 2022. അപ്പോൾ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇത് ഈ ഒരു സാധനം അസ്യൂംഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് ടെക്സ്റ്റിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. എന്താ അറിയോ ചെയ്യുന്നത്? ഓക്കെ, ശ്രദ്ധിച്ചേക്കാം. നമുക്ക് 2022 ഓക്കെ 2.36ന്റെ EPS ഉണ്ട്. അപ്പൊ ഇതിന്റെ പകുതി ഞാൻ എന്തായിട്ട് കൊടുക്കുന്നു? ഡിവിഡൻഡ് ആയിട്ട് അടുത്ത പ്രാവശ്യം കൊടുക്കാൻ പോവാം. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഇവർ പറഞ്ഞിട്ടില്ല എങ്കിലേ ഞാൻ എന്തെടുക്കും അറിയോ? ഈ 2.36 2022 അല്ലെ, അപ്പൊ 2022 ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇയറിലേക്ക് വേണമെങ്കിൽ 2023 എടുക്കാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഇവർ പറയുന്നത് ഓക്കെ സോറി, പ്രശ്നമില്ല, നമുക്ക് ഈ ഒരു വർഷമാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഓൾറെഡി കഴിഞ്ഞ 2022 എനിക്ക് 2.36 എന്ത് വന്നിട്ടുണ്ട്? EPS വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതിൽ നിന്നും ഞാൻ ഡിവിഡൻഡ് കുറച്ചിട്ട് ബാക്കി 1.18 റുപ്പീസ് ആയിരിക്കും എന്റെ കയ്യിൽ എന്ത് വരുന്നത്? റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലാക്കുക. എന്താണ് നിങ്ങളുടെ കയ്യിൽ അസ്യൂമിംഗ് ദാറ്റ് റീറ്റെയിൻ ഏർണിങ്സ് ഫോർ നെക്സ്റ്റ് ഇയർ ഇൻവെസ്റ്റ്മെന്റ് ഇസ് 50% ഓഫ് 2022. അപ്പൊ 2022 EPSന്റെ ഓക്കെ, സോ 50% ഓഫ് 2022 EPS ആണ്. ഓക്കെ, അപ്പൊ 2022 EPSന്റെ 50% ആണ് റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഒരു ഷെയറിന് എത്ര വെച്ചിട്ടാണ് റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ടാവുക എന്ന് പറയും? റീറ്റെയിൻ ഏർണിങ്സ് എത്ര ഉണ്ടാവും? എടാ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നേ. ഈ 2.36 EPS ഇതിന്റെ 50% ആണ് നിങ്ങൾ റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്ര ഉണ്ടാവുക? ഇതിന്റെ 50% എത്രയാ? 1.18 അല്ലേ? യെസ്. അപ്പോ ഒരു ഷെയറിന് 1.18 എന്ന് പറഞ്ഞിട്ട് വരുമ്പോ ഓക്കെ, ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ നെക്സ്റ്റ് ഇയർ പ്ലാനിങ് ചെയ്യുന്നത് ഇവർ എത്ര ഷെയർ ആണ് നോക്ക്, 10,000 ഇക്വിറ്റി ഷെയർ ആണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെ. അപ്പോ 10,000 ഇക്വിറ്റി ഷെയറിന് എത്ര വരിക? 10,000 ഇക്വിറ്റി ഷെയറിന് എത്ര വരിക? 1.18 എന്ന് പറയുമ്പോൾ 11,800 വരും. ഓക്കെ, അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കിക്കോ, നിങ്ങള് ഓക്കെ 11,800 രൂപ നിങ്ങൾക്ക് ഇക്വിറ്റി ആയിട്ട് ഓക്കെ അടുത്ത വർഷം വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി 2 ലക്ഷം ഉള്ളതാണ് വിചാരിക്കേ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് പ്രോഫിറ്റ് വരുന്ന സമയത്ത് 11,800 രൂപയുടെ ഇക്വിറ്റി പോർഷൻ കൂടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പ്രൊപ്പോർഷൻ മാറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഡെപ്റ്റിന്റെയും പ്രിഫറൻസിന്റെയും ഇക്വിറ്റിയുടെയും പ്രൊപ്പോർഷൻ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ആസ് ഒപ്റ്റിമം എന്താണോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ ഇക്വിറ്റിയുടെ പോർഷൻ നമ്മൾ 0.8 തന്നെ വെക്കണം, അതായത് 80% എന്ന രീതിയിൽ തന്നെ വെക്കണം. മനസ്സിലായോ? അപ്പൊ 11,800 അതായത് പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് ഓക്കെ ബിഫോർ ഇഷ്യൂയിങ് ഓഫ് ന്യൂ ഷെയർ ആ പറയുന്നത്. മനസ്സിലായോ? പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. ഓക്കെ, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം.
the amount that might be invested for capital investment before ordinary shares are issued എന്ന് പറയുന്നത്. അപ്പോ നോർമൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എത്രയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ട് ഫണ്ട് ഉള്ളത് നോക്കാം. അപ്പൊ ഇക്വിറ്റി നിങ്ങൾക്ക് ഉള്ളത് 11,800 റീറ്റെയിൻ ഏർണിംഗ്സിൽ. അപ്പൊ ഇത് എന്താവണം? 80% ആവണം. എടാ, ഇത് 80% ആണെങ്കിൽ ഇത്രയും 11,800 രൂപയുടെ ഇക്വിറ്റി വരുമ്പോ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡെപ്റ്റും പ്രിഫറൻസും എന്ന് പറഞ്ഞിട്ട് ഓക്കെ ബാക്കിയുള്ള 5%, 15% എന്ത് ചെയ്യണം? കവറപ്പ് ചെയ്യണ്ടേ? മനസ്സിലായ? അതായത് 11,800 രൂപയുടെ ഇക്വിറ്റി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കണക്കായിട്ട് ഡെപ്റ്റും പ്രിഫറൻസും ആദ്യം കൊണ്ടുവന്നാലല്ലേ ശരിയാവുക. മനസ്സിലായോ? യെസ്. സി ആ പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ടാ. ഓക്കെ, സോ ക്ലിയർ അല്ലേ? പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്ക്, പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ 11,800 എന്ന് പറയുന്നത് 80% ആണെങ്കിൽ ഓക്കെ ഇതിന്റെ ബാക്കി അപ്പൊ ഈ നോക്ക് 11,800 എന്ന് പറയുന്നത് ഓക്കെ 80% ഓഫ് ടോട്ടൽ ആണ് അല്ലെ? യെസ്. അപ്പോ 11,800 ഡിവൈഡഡ് ബൈ 80% എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 14,750. യെസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 14,750. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നോക്ക്, നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 14,750. ഓക്കെ, യെസ്. കാരണം നിങ്ങൾ 11,800 റീറ്റെയിൻഡ് ഏർണിംഗ്സ് എടുക്കും. ഓക്കെ, ബാലൻസ് പോർഷൻ നിങ്ങൾ ഡെപ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾ 14,750 കവർ ചെയ്യും. മനസ്സിലായോ? യെസ്. അപ്പൊ ടോട്ടൽ റീറ്റെയിൻ ഏർണിംഗ്സ് 11,800, ബാക്കിയുള്ള ഡെപ്റ്റും പ്രിഫറൻസും വെച്ചിട്ട് 14,750 ആവും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? അപ്പൊ അപ് ടു 14,750 റുപ്പീസ് നിങ്ങൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായ? ക്ലിയർ അല്ലേ? യെസ്. സോ ഇതാണ് അതിന്റെ ബാക്കിലുള്ള കാര്യം. സോ നോക്ക്, സോ ഡിറ്റർമൈൻ ദ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി സ്പെൻഡ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 11,800 ഡിവൈഡ് ബൈ 0.80. ഇനി അടുത്ത ചോദ്യം നോക്കാം, ലാസ്റ്റ് വൺ. Did compute marginal cost of capital when fund exceeds the amount calculated in C. എടാ, നമുക്കിപ്പോ 14,750 വരെയാണെങ്കിലല്ലേ റീറ്റെയിൻഡ് ഏർണിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 14,750 വരെയാണെങ്കിലേ റീറ്റെയിൻഡ് ഏർണിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തല്ലേ പറ്റുള്ളൂ. മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്ക് റീറ്റെയിൻഡ് ഏർണിംഗ്സ് യൂസ് ചെയ്യാൻ പറ്റൂല. ആ 14,750 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തേ പറ്റുള്ളൂ. ആ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് 20 രൂപ ചെലവുണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പോ നേരത്തെ KR പോലെയല്ല ഇത് വരുന്നത്. ഇത് നേരത്തെ KR KE ഈക്വൽ ആയിരുന്നു. കാരണം റീറ്റെയിൻ ഏർണിംഗ്സ് അതേ കോസ്റ്റാ KEക്ക് വന്നോണ്ടായിരുന്നു. കാരണം നമ്മൾ പുതിയ ഇഷ്യൂ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ പുതിയ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇഷ്യൂ പ്രൈസ് മാറുന്നുണ്ട്, 20 രൂപ വരും അല്ലെ? അപ്പൊ 20 രൂപയ്ക്ക് എത്രയാ വരിക? ഒന്ന് നോക്കാം. D1 ഈസ് ഹൗ മച്ച്? D1 എത്രയാ? D1 ഈസ് 1.18 divided by 20 plus 0.1. Yes, answer please. 1.18 divided by 20 plus 0.1. എത്ര വരുന്നത്? 1.18 divided by 20. ഓക്കെ, അപ്പൊ 15.9 വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 15% അല്ലെ? നമ്മൾ KR ഈക്വൽ ടു 15% പറഞ്ഞത്. പക്ഷെ ഇപ്പോ 15.9 പറയുന്നുണ്ട്. അതായത് പുതിയ ഷെയർ ആണ് നിങ്ങൾ ഇഷ്യൂ ചെയ്തെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് ചേഞ്ച് ആയി. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ എന്താണ് കോസ്റ്റ് ചേഞ്ച് ആയി. ഓക്കെ അല്ലെ? അപ്പൊ വരുന്ന ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയേ. നമ്മൾ ഡിബെഞ്ചർ, പ്രിഫറൻസ്, ഇക്വിറ്റി, അത് ഇനി നോക്കുക. ഈ 14,750 കൂടുതൽ വരുമ്പോഴാണല്ലോ ഈ കാര്യം വരുന്നത്. അത് എത്ര രൂപ വന്നാലും ഇതേ പ്രൊപ്പോർഷനിലല്ലേ റേസ് ചെയ്യുള്ളൂ. മനസ്സിലായോ? നിങ്ങളിപ്പോ ഒരു 15,000 ആയിക്കോട്ടെ, 20,000 ആയിക്കോട്ടെ, എത്രയാണോ എക്സ്ട്രാ വരുന്നത് ആ എക്സ്ട്രാ വരുന്ന എമൗണ്ട് നമ്മൾ ഇതേ പ്രൊപ്പോർഷനിലായിരിക്കും ചെയ്യുക. അപ്പൊ അവിടെ വെയിറ്റേജിന് പ്രശ്നമില്ല.
വെയിറ്റേജ് സെയിം ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ കോസ്റ്റ് നോക്കുമ്പോൾ ഡിബഞ്ചർ നമ്മൾ 8.33 പ്രിഫറൻസ് 0.12 അതേപോലെ ഇക്വിറ്റി 15.9 ഇഷ്യൂ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ടോട്ടലി യു വിൽ ഗെറ്റ് 14.57. മനസ്സിലായില്ലേ? സോ ഇവിടെ ആകെയുള്ള ചേഞ്ച് ഇത് മാത്രമേ ഉള്ളൂ. ഇത് 15.9 ആവും. നേരത്തെ ആണെങ്കിൽ ഇത് 15 ഉണ്ടായിരുന്നു അല്ലെ? നേരത്തെ 15 ഉണ്ടായിരുന്നു, ഇപ്പോ 15.9. മനസ്സിലായോ? ഓക്കെ. സോ ഇപ്പൊ നിങ്ങൾ പഠിച്ച ഒരു വിധം രീതിയിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് 90% ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ വി ഹാവ് 1 more hour. അപ്പൊ അതിൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് ക്ലാസ് എടുത്തായിരുന്നു അല്ലെ? അതിലുണ്ടായിരുന്നു ആരെങ്കിലും ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ പോയിന്റ്സ് പറഞ്ഞപ്പോഴേ? ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും? ഉണ്ടായിരുന്നു. തബ്ഷീർ, ഓക്കെ. ആരൊക്കെയുള്ള ഒരു സ്റ്റെപ്സ്? ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് അഗൈൻ. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. റെഡി അല്ലേ? യെസ്. നാളത്തെ സെഷന്റെ കാര്യം ഞാൻ ഇപ്പൊ പറയുന്നില്ല സാർ, നാളെ പറയാം. നാളെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് ഈവനിങ്. ചിലപ്പോ ക്യാൻസൽ ആവാം സെഷൻ. ആ പ്രോഗ്രാമിലെ ഞാൻ സെഷൻ എടുക്കും. ഓക്കെ അല്ലേ? ഞാൻ പറയാം എന്തായാലും. ടോപ്പിക് അടക്കം പറയാം. ഓക്കെ. മറ്റന്നാൾ എന്തായാലും മോസ്റ്റ്ലി ഉണ്ടാവും ക്ലാസ് 9th. പിന്നെ 10, 11 ഒക്കെ ലീവ് അല്ലേ? ശ്രദ്ധിക്കുക, ഫിനാൻസിങ് ഡെസിഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പൊ ഇതില് ഇൻഡിഫറൻസ് പോയിന്റ്, പിന്നെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്, പിന്നെ എന്താ പറയാ, EBIT, EPS, MPS അനാലിസിസ് ഉണ്ട്. സോ അത് 3 ഇവിടെ മേജർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേക്കാം. ഓക്കെ, നോക്കിക്കോട്ടോ. ഇവിടെ മേജർ ആയിട്ട് വരുന്ന ഒന്ന് EBIT, EPS, MPS റിലേഷൻഷിപ്പ് ആണ്. ഒന്ന് എന്താണ് EBIT, EPS, MPS റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മീനിങ് ഒക്കെ അറിയാം. ഏത് കോമ്പിനേഷനിലായിരിക്കണം നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവണ്ടേ? അതായത് ഡെപ്റ്റ് ഇത്ര, ഇക്വിറ്റി ഇത്ര, അതേപോലെ പ്രിഫറൻസ് ഇത്ര എന്ന് പറഞ്ഞിട്ട് ഏത് കോമ്പിനേഷൻ പെർസെന്റേജിലാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോ നിങ്ങളിപ്പോ പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ സി ഉണ്ട്. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് EBIT. ഓക്കെ, സോ EBIT എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിലുള്ള ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, സോ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് സെയിം. So let us assume that it's 20 lakhs or 30 lakhs or whatever. 20 lakhs, 20 lakhs, 20 lakhs. So മനസ്സിലാക്കാം, എന്താ പറയുക, ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എല്ലാത്തിലും സെയിം ആണ്. ഓക്കെ, എ എന്ന കമ്പനി, ബി എന്ന കമ്പനി, സി എന്ന കമ്പനി. സോ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് സെയിം ഫോർ 3. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ആ ക്യാപിറ്റൽ എംപ്ലോയിഡ് സെയിം ആണ്. പക്ഷെ ഇത് ഏത് രീതിയിലാണ് റേസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ വ്യത്യാസം. മനസ്സിലായോ? അതായത് ഫുൾ ഇക്വിറ്റി, കുറച്ച് ഇക്വിറ്റി, കുറച്ച് ഡെപ്റ്റ്, കുറച്ച് ഇക്വിറ്റി, കുറച്ച് പ്രിഫറൻസ്, കുറച്ച് ഇക്വിറ്റി, ഡെപ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അങ്ങനെയുള്ള കോമ്പിനേഷൻസ്. അപ്പോ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഫിക്സ് ആയതുകൊണ്ട് തന്നെ ഓക്കെ, ROCE, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഒരു പെർസെന്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും EBIT വിൽ ബി സെയിം. മനസ്സിലായോ? ഇപ്പൊ ഒരു 5 lakh ആയിട്ട് നമ്മളിവിടെ EBIT എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സെയിം ഫോർ ഓൾ ദ 3 കേസസ്, A, B ആൻഡ് C. ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ഇൻട്രസ്റ്റ് കുറക്കും. EBIT ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? EBT കിട്ടും. അതൊന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും അല്ലെ? ഇതിൽ നിന്നും പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? EA, ESH കിട്ടും. യെസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? EBIT EBT കിട്ടി, പിന്നെ EAT കിട്ടി, അവിടെ നിന്ന് EISH കിട്ടിയല്ലോ. അതിനെന്താ ചെയ്യണ്ടേ? നമ്പർ ഓഫ് ഷെയർ അല്ലെ? നമ്പർ ഓഫ് ഷെയറുമായിട്ട് എന്താ ചെയ്യണ്ടേ? ഡിവൈഡാ ചെയ്യണ്ടേ അല്ലെ?
സോ ഈ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ EPS. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇവിടെ പ്ലാൻ എയില് 5 കിട്ടി, ഇവിടെ 4 കിട്ടി, ഇവിടെ 3 കിട്ടി എന്ന് വിചാരിച്ചു. ഓക്കെ. സോ നൗ രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ. സോ ഫസ്റ്റ് രീതി എന്ന് പറയുന്നത് നിങ്ങളോട് പറയും പി റേഷ്യോ ഈസ് സെയിം. ഓക്കെ അല്ലെ? പി റേഷ്യോ സെയിം. ഇവിടെ എല്ലാത്തിന്റെയും PE റേഷ്യോ എന്ന് പറയുമ്പോൾ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ അല്ലെ? യെസ്. പി റേഷ്യോ സെയിം ആണെന്ന് ചോദിച്ചപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 10 എന്ന് പറഞ്ഞിട്ടാണ് അസംഷൻ ചെയ്യുന്നതെങ്കിൽ പി റേഷ്യോ നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് വിൽ ബി 50, 40 ആൻഡ് 30 അല്ലെ? നമ്മുടെ ഇപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് അവർ കോസ്റ്റ് ഇസ് മിനിമം. ഓക്കെ. റിസ്ക് ഭയങ്കര മാനേജ് ചെയ്യണം. ഓക്കെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ മാക്സിമം വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് അല്ലെ? സോ മാക്സിമം വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. സോ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഷെയറിന്റെ പ്രൈസ് എന്താണ് മാക്സിമം ആക്കാനാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ മാക്സിമം പ്രൈസ് വരുന്നത് ഏത് കേസിലാണ്? സോ പ്ലാൻ എയുടെ കേസിലാണ്. അപ്പൊ നമുക്ക് പറയാം ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലാൻ എ ആണ്. അതായത് നമുക്ക് 20 ലക്ഷം റേസ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് പ്ലാൻ എ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്ക് മക്കളെ, എല്ലാത്തിനും പി റേഷ്യോ സെയിം ആണ്. അപ്പൊ പി റേഷ്യോ സെയിം ആണെങ്കിൽ നമ്മൾ MPSലോട്ട് പോകേണ്ട ആവശ്യമില്ല. എവിടെ തന്നെ നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ എത്തിക്കാം. EPS തന്നെ കൺക്ലൂഷൻ എത്തിക്കാം അല്ലെ? സോ ഇഫ് പി റേഷ്യോ ഇസ് സെയിം, ദ വൺ വിത്ത് ഹയസ്റ്റ് EPS ഈസ് ദ ബെസ്റ്റ് വൺ. ക്ലിയർ ആണോ? ഓക്കെ. പി റേഷ്യോ ഡിഫറെന്റ് ആണെങ്കിലും നമ്മൾ MPS കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. ഇഫ് പി റേഷ്യോ ഈസ് ഡിഫറെന്റ്, നമ്മൾ ഇത് ഓരോന്നിനും സെപ്പറേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ MPS സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യും. അപ്പൊ MPS സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഏത് MPS ആ കൂടുതൽ മനസ്സിലാവും. ആ കൂടിയ MPS ആണ് എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? സെറ്റ് ആണോ? ഓക്കെ. യെസ്. അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് പാർട്ട്, EBIT, EPS, MPS അനാലിസിസ്. ഓക്കെ. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൺ പോയിന്റ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൺ. ഓക്കെ. സോ ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇറ്റ് ഈസ് എ ലെവൽ ഓഫ് EBIT. ഓക്കെ, ഇറ്റ് ഈസ് എ ലെവൽ ഓഫ് EBIT വേർ EPS ഈക്വൽ ടു 0. ഓക്കെ ആണോ? ഏതോ ഒരു EBIT ലെവൽ എത്തുമ്പോഴേക്കും ഓക്കെ നമുക്ക് EPS എന്ത് കിട്ടും? 0ലോട്ട് ഒതുങ്ങും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ EBIT ഈസ് ഇനഫ് ടു കവർ ഓൺലി ഇൻട്രസ്റ്റ് ആൻഡ് ദ പ്രിഫറൻസ് ഡിവിഡൻഡ്. മനസ്സിലായോ? ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻഡും കവർ ചെയ്യാൻ മാത്രമാണ് നിങ്ങൾ EBIT ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ അവിടെ 1 രൂപ പോലും ആർക്കും ഉണ്ടാവില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഇത് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി വൺ ഇക്വേഷൻ, ഷോർട്ട് ഇക്വേഷൻ ആണ്. എന്താണ്? ഇൻട്രസ്റ്റ് കവർ ആവണം അല്ലെ? രണ്ടാമത്തത് പ്രിഫറൻസ് ഡിവിഡൻഡിന്റെ കാര്യമാണ്. പ്രിഫറൻസ് ഡിവിഡൻഡും കവർ ആവണം. പക്ഷേ പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ പേയ്മെന്റ് എടുക്കുന്നത് ആഫ്റ്റർ ടാക്സ് ആണ് അല്ലേ? മനസ്സിലായോ? പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നത് ആഫ്റ്റർ ടാക്സ് ആണ്. എടാ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആലോചിച്ച് നോക്ക്, എനിക്ക് 7 രൂപയുടെ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം. നമ്മളോട് പറയാണ് EATയുടെ മുകളിൽ നമുക്ക് 30% ടാക്സ് ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ EAT 10 രൂപയെങ്കിലും ഉണ്ടാക്കിയാലേ ടാക്സ് 3 രൂപ കൊടുത്തിട്ട് ബാക്കി 7 രൂപ എനിക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ 7 രൂപ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എത്ര ഉണ്ടാക്കണം? 10 രൂപ ഉണ്ടാക്കണ്ടേ? അതാണ് പോയിന്റ്. ക്ലിയർ ആണോ? 7 രൂപ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എത്ര ഉണ്ടാക്കണം? 10 രൂപയെങ്കിലും ഉണ്ടാക്കണം. ഓക്കെ. അപ്പോ സിംപ്ലി വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് മാത്രം, അതായത് 7 രൂപ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? പോരാ. നമ്മൾ ഉണ്ടാക്കുമ്പോ പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ്. ദിസ് ഈസ് ദ പോയിന്റ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റും പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാക്സും കിട്ടിയാലാണ് എന്ത് കിട്ടുക? ഫിനാൻഷ്യൽ BP കിട്ടുക.
Okay, so financial BEP is a place like EBIT at which EPS equal to 0. EPS 0 ആവുന്ന financial break-even point. Set away. Any doubt? Any doubt? ഇല്ല. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? എടാ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നിങ്ങളോട് പറയാണ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 1 lakh. ഓക്കെ, പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു 70,000. ടാക്സ് ഈക്വൽ ടു 30%. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾക്ക് EBIT അറ്റ് വിച്ച് EPS 0 കാണാം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്താ ചെയ്യേണ്ടത്? 1 lakh പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 മൈനസ് 0.3. So you will get 1 lakh plus 1 lakh, answer is 2 lakh. അല്ലേ? യെസ്. അപ്പൊ 2 ലക്ഷമെങ്കിലും EBIT ഉണ്ടാക്കിയാലല്ലേ കാര്യമുള്ളൂ, അല്ലെ? അതായത് EBIT is equal to 2 lakh ആക്കിയാ നമുക്ക് ഇൻട്രസ്റ്റ് 1 ലക്ഷം കൊടുക്കാം. അപ്പൊ ബാക്കി 1 lakh വന്നു. ഈ ബാക്കി 1 lakhന്റെ 30% ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ 30,000 പോയി കഴിഞ്ഞാൽ ബാക്കി 70,000 വരും. ആ 70,000 ഞാൻ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ EAESH എന്താവും? 0 ആവൂലേ? യെസ്, EAESH 0 ആയാൽ EPS 0 ആവും. ക്ലിയർ ആവും? അപ്പൊ പഠിക്കേണ്ട കാര്യം എന്ത് മനസ്സിലായല്ലോ? ഓക്കെ, ആൻഡ് മൂന്നാമത്തെ ടോപ്പിക് കൂടി തീർക്കാം. സോ മൂന്നാമത്തെ ടോപ്പിക് ഈസ് ഇൻഡിഫറൻസ് പോയിന്റ്. ഓക്കെ, സോ ഇപ്പൊ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്ററിന്റെ 50% കവറായി. ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ദർ ഇസ് നോ ഡിഫറൻസ് എന്ന് പറയാം. ഓക്കെ, അതായത് ദ EBIT at which EPS under plan A is equal to EPS under plan B. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ 2 പ്ലാൻ എടുക്കുക. പ്ലാൻ A എടുക്കുക, പ്ലാൻ B എടുക്കുക. 2 പ്ലാൻ എടുക്കുന്ന സമയത്ത് ഏതോ ഒരു EBIT ലെവലില് ഇതിന്റെ രണ്ടിന്റെയും EPS ഈക്വൽ ആവും. മനസ്സിലായോ? ഏതോ ഒരു ലെവലില് ഇതിന്റെ രണ്ടിന്റെയും EPS ഈക്വൽ ആവും. ഓക്കെ, എടാ EPS എങ്ങനെയാ നമ്മൾ കാണാം? ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? EBIT എടുക്കണം, അതിൽ നിന്നും ഇൻട്രസ്റ്റ് കുറച്ചു, എന്നിട്ട് ടാക്സ് കുറച്ചു, എന്നിട്ട് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറക്കണം. ഓൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് A. ഇതല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കി, ഈ എഴുതിയത് മനസ്സിലായോ? EBIT ന്ന് ഇൻട്രസ്റ്റ് അണ്ടർ ഓപ്ഷൻ A ചെയ്യണം. ഓക്കെ, എന്നിട്ട് 1 മൈനസ് ടാക്സ് കുറച്ചു, സോ ടാക്സ് കുറച്ചു. എന്നിട്ട് പ്രിഫറൻസ് ഡിവിഡൻഡ് അണ്ടർ ഓപ്ഷൻ A, പ്ലാൻ എയിൽ എത്രയാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറക്കാം. അത് ഡിവൈഡ് ബൈ NA, നമ്പർ ഓഫ് ഷെയർസ്. കേട്ടോ, NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് A, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, യെസ്. ഇതേ സംഭവം തന്നെ നമ്മൾ ഇപ്പുറത്ത് ചെയ്യണം. EBIT മൈനസ് IB, ഇൻട്രസ്റ്റ് അണ്ടർ B, ഇൻറ്റു 1 മൈനസ് ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് അണ്ടർ ഓപ്ഷൻ B ഡിവൈഡ് ബൈ NB. ഓക്കെ, സോ ഇത് രണ്ട് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ടാക്സ് നമുക്ക് അറിയാം, പെർസെൻറ്റേജ്. പ്രിഫറൻസ് ഡിവിഡൻഡ് അണ്ടർ ഓപ്ഷൻ A and B will be given. Interest also will be given. Number of share also will be given. So you have to find that EBIT. So ഇത് മാത്രമായിരിക്കും നമുക്ക് അറിയാത്ത X ആയിട്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് ഔട്ട് ലാസ്റ്റ് EBIT ഈക്വൽ ടു ഇത്രയെന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കാണാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ മനസ്സിലാക്കാം, ആ ലെവൽ ഓഫ് EBIT എത്തുമ്പോ എന്ത് വരും? EPS രണ്ടിന്റെയും സെയിം ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്താ പറയുക, ഒരു ചെറിയ കാര്യം പറയാം. അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ EBI, ഇപ്പൊ ഫോർ എക്സാമ്പിളെ ഇവിടെ ഒരു 10 ലക്ഷം ആണെന്ന് വിചാരിച്ചോ. ഈ 10 lakhs ഒരു കറക്റ്റ് മിഡിൽ പോയിന്റ് പോലെ, മിഡിൽ അല്ല, ഒരു ഡിസൈഡിങ് പോയിന്റ് പോലെ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ലക്ഷത്തിന് താഴെ ആണ് നമ്മുടെ EBIT എങ്കിൽ, ഓക്കെ, 10 ലക്ഷത്തിന് താഴെയാണ് EBIT ആണെങ്കിൽ ചിലപ്പോൾ പ്ലാൻ A ആയിരിക്കും ബെറ്റർ. ഓക്കെ, ബെറ്റർ. 10 ലക്ഷത്തിന് മുകളിൽ വരുന്ന സമയത്ത് പ്ലാൻ B ആയിരിക്കും ബെറ്റർ.
കറക്റ്റ് 10 ലക്ഷം വരുമ്പോൾ രണ്ടും ഈക്വൽ. ഓക്കെ, അതായത് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എടുക്കാം. EBIT is equal to 20 lakh എടുക്കാം. ഓക്കെ, യെസ്. സോ പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി ആണ് 20 lakh 20 lakh ഈച്ച്. ഞാൻ പറയണം ഫസ്റ്റത്തെ കേസിൽ ഇൻട്രസ്റ്റ് ഇല്ല, 0. സെക്കൻഡ് കേസിൽ ലെറ്റ്സ് ടേക്ക് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 5 lakh. ഓക്കെ അല്ലേ, 5 lakh എടുക്കാം. അപ്പോ ഇവിടെ EBT എന്ന് പറയുമ്പോൾ 20 lakh വരും, ഇവിടെ 15 lakh വരും. സോ ടാക്സ് ലെറ്റസ് ടേക്ക് അറ്റ് 50%, ഒരു 30% എടുക്കാം. യെസ്, അപ്പൊ 20 30% കുറച്ച് കഴിഞ്ഞാൽ 6 lakh കുറയും. സോ ബാക്കി EAT വരും. സോ EAT ഈസ് ഈക്വൽ ടു 14 lakhs. ഇവിടെ 15 lakhന് 30% എന്ന് പറയുമ്പോൾ 4.5 lakh. സോ ലാസ്റ്റ് 10.5 lakh വരും. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, 5 lakhs ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ, നമ്പർ ഓഫ് ഷെയർ. ഓക്കെ, ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ലാടോ. പ്രിഫറൻസ് ഡിവിഡൻഡ് 0 ഉള്ള കേസ് ആട്ടോ. അതുകൊണ്ടാണ് ഞാൻ 14 lakhും 10.5 lakh കൊടുത്തത്. ഇനി നമ്പർ ഓഫ് ഷെയർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും, EPS കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ എടുക്കുന്ന പോയിന്റ്സ് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് പ്ലാൻ എയില്, ഓക്കെ, പ്ലാൻ എയില്, ഓക്കെ, ഇറ്റ് ഈസ് 100 lakh റുപ്പീസിന്റെ റുപ്പീസ് 100 lakhന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. പ്ലാൻ ബി എന്ന് പറയുമ്പോൾ ഓക്കെ 50 lakhന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും 50 lakhന്റെ ഡിബെഞ്ചറും ആണുള്ളത്. മനസ്സിലായോ? 50 lakhന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും 50 lakhന്റെ ഡിബെഞ്ചറും ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? സോ 100 lakhs ആൻഡ് 50 lakhs ക്ലിയർ ആണോ? യെസ്. സോ രണ്ടിന്റെയും ക്യാപിറ്റൽ എംപ്ലോയിഡ് സെയിം അല്ലേ? പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി സെയിം, റൈറ്റ്? പ്ലാൻ എ പ്ലാൻ ബി സെയിം അല്ലേ? പ്ലാൻ എ ബി സെയിം അല്ലേ? 50 lakh 50 lakh 1 crore, 100 lakh 1 crore, ക്ലിയർ അല്ലേ? ഓക്കെ, വ്യത്യാസം. ഇനി ഫസ്റ്റ് കേസിൽ നമ്പർ ഓഫ് ഷെയർ പറ. ഇവിടെ നിങ്ങൾക്ക് ഒരു ഷെയറിന് ഒരു 100 രൂപ വെച്ചെടുത്തോ. ഓക്കെ അല്ലേ? ഫേസ് വാല്യൂ ഓഫ് ഷെയർ ഇസ് 100 rupees. ഫേസ് വാല്യൂ ഷെയർ ഓഫ് 100 rupees. അപ്പോൾ വാട്ട് അബൌട്ട് ഫസ്റ്റ് കേസ്? 1 lakh ഷെയർ അല്ലേ ഉണ്ടാവും? രണ്ടാമത്തെ കേസിൽ എത്ര ഷെയർ ഉണ്ടാവും? ഷെയർ എത്ര ഉണ്ടാവും? രണ്ടാമത്തെ കേസിൽ എത്ര ഷെയർ ഉണ്ടാവും? 50 lakh divided by 100, 50,000. ഓക്കെ, ഇനി EPS കാണാം. EPS 14 lakh ഡിവൈഡ് ബൈ എന്ന് പറയുമ്പോൾ 14, ഇവിടെ എത്ര വരുന്നത്? 21 വരുന്നത്. ക്ലിയർ ആണോ? 14 and 21 അല്ലെ? യെസ്, 14 21. എടാ മക്കളെ, അസ്യൂമിങ് പി റേഷ്യോ ഇസ് സെയിം, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാ ബെറ്റർ, പ്ലാൻ എ ഓർ ബി? പ്ലാൻ ബി ഇസ് ബെറ്റർ അല്ലെ? ഓക്കെ, ഇതേ കേസ് ഞാനൊന്ന് EBIT മാറ്റി പിടിക്കും. ഓക്കെ അല്ലെ? സോ 20 lakh 20 lakh ഉണ്ട്. സോ ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, എന്താ ചെയ്യുന്നത് അറിയാം? ഐ എം ടേക്കിംഗ് 5 lakh 5 lakh അല്ലെങ്കിൽ ഒരു 7 lakh 8 lakh എടുക്കാം. രണ്ട് സ്ഥലത്തും 8 lakh എടുക്കാം. 8 lakh ഇവിടെ 0 വരും, ഇവിടെ 8 lakh, 30% 2.4, ബാക്കി 5.6 അല്ലെ? പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ല. സോ ഇത് 5.6 വരും, 5.6 വരും. 1 lakh ഫൈനൽ ആൻസർ ഇസ് 5.6. ക്ലിയർ അല്ലേ? ഇവിടെ 8 lakh, ഞാൻ 5 lakh കുറച്ചു, ബാക്കി 3 lakh. 3 lakh 30%, 90,000. ബാക്കി എത്ര വരും? 2.1. 2.1 0, ലാസ്റ്റ് 2.1. സോ താഴെ വരുമ്പോൾ 50,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 4.2. ക്ലിയർ ആണോ? കാൽക്കുലേഷൻ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. യെസ്, അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് ഏതാടാ ബെറ്റർ? ഏതാ ബെറ്റർ? ഏതാ? പ്ലാൻ എ അല്ലേ ബെറ്റർ?
അപ്പോ ഏതോ ഒരു പോയിന്റിൽ ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഒരു കേസ് വരൂല്ലേ? മനസ്സിലായോ? ഏതോ ഒരു പോയിന്റിൽ ഇത് രണ്ടിന്റെയും EPS എന്താവും? ഈക്വൽ ആവും. അതാണ് നമ്മുടെ ഇൻഡിഫറൻസ് പോയിന്റ്. മനസ്സിലായോ? അതായത് ഇവിടെ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുമ്പോൾ EBIT മൈനസ് ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് ഇല്ല, പ്ലാൻ എയിൽ ഇൻട്രസ്റ്റ് ഇല്ല അല്ലെ? അപ്പൊ ഇൻറ്റു 1 മൈനസ് 0.3 പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടോ? ഇല്ല. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഇസ് 1 lakh. ഇപ്പുറത്ത് EBIT ഇൻറ്റു 1 മൈനസ് EBIT ഇൻട്രസ്റ്റ് ഓർക്കണം ആദ്യം അല്ലെ? സോ EBIT ഇൻട്രസ്റ്റ് ഓർക്കാം 5 lakh ഇൻറ്റു 1 മൈനസ് 0.3 ഡിവൈഡഡ് ബൈ 50,000. സോ ഇത് രണ്ടും കട്ടായി പോകും ഇവിടെ. ഈ ക്വസ്റ്റിൽ മാത്രം പ്രിഫറൻസ് ഡിവിഡൻഡ് അങ്ങനെ കട്ടാവൂലേ? പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ കട്ടാവൂലേ? നോക്കണം കേട്ടോ. യെസ്, ഇത് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ലാത്തത് ഇത് രണ്ടും കട്ടായി. യെസ്, ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് 2ഉം ഇത് 1ഉം വരും. അപ്പോൾ EBIT ഈസ് ഈക്വൽ ടു EBIT ഇൻറ്റു 1 EBIT. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 2 EBIT മൈനസ് 2 ഇൻറ്റു 5 lakh 10 lakh വരും. സോ ഇത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ EBIT ഈസ് ഈക്വൽ ടു 10 lakh കിട്ടി. അപ്പൊ ഇവിടുന്ന് എന്താ മനസ്സിലായി? 10 ലക്ഷമാണ് നമ്മുടെ EBIT എങ്കിൽ രണ്ടിന്റെയും EPS സെയിം ആയിരിക്കും. മനസ്സിലായോ? യെസ്. അപ്പൊ അതായത് ഞാനിവിടെ 10 ലക്ഷം എടുത്ത് വിചാരിച്ചോ, 10 lakhs. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല, ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് ഇല്ല. സോ ബാക്കി 10 ലക്ഷം. അവിടുന്ന് നമ്മൾ ടാക്സ് കൊടുത്തു. ടാക്സ് 30% 3 കൊടുത്തു. ബാക്കി എത്ര വരും? 7 lakhs ആണ് EAT വരാം അല്ലെ? പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ലാത്തതുകൊണ്ട് EAS തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ 1 lakh rupees 1 lakhന്റെ ഷെയർ ഉണ്ടെങ്കിൽ ബാക്കി എത്ര EPS വരാം? 7 വരും. ഇവിടെ 10 lakh rupeesന്റെ എന്തുണ്ട്? EBIT ഉണ്ട്. സോ ഇൻട്രസ്റ്റ് 5 lakh എടുത്തെങ്കിൽ ബാക്കി 5 lakh വരും. ഇവിടുന്ന് നമ്മൾ ടാക്സ് എന്ന് പറഞ്ഞിട്ട് 1.5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 3.5ന്റെ EAT ഓർ EAS വരും. നമ്പർ ഓഫ് ഷെയർസ് 0.5 lakh അല്ലെ? സോ 50,000. സോ അതുകൊണ്ടും EPS വിൽ ബി എത്ര? 7. സോ ബോത്ത് സൈഡ്സ് വിൽ ബി 7. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? സോ ഇതിന്റെ കാര്യം ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്, ഓക്കെ അല്ലേ? നഷ്ടം വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പാർട്ട്ണറോട് പറയും, നിങ്ങൾ പൈസ ഇറക്ക്, നമുക്ക് ഷെയർ തരാം അല്ലെ? നഷ്ടം വരും, ചെറിയ ലാഭം ഉണ്ടോ എന്നുള്ള തോന്നലാണെങ്കിൽ ഷെയർ തരാമെന്ന്, ഓക്കെ അല്ലെ? ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഫിക്സ്ഡ് ഒരു എമൗണ്ട് തരാം, അങ്ങനല്ലേ പറയാം? ലോജിക്ക് മനസ്സിലായോ? യെസ്. എടാ മക്കളെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ, ഓക്കെ, ഫോർ എക്സാമ്പിൾ, അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഒരു എന്താ പറയാ 5 lakh rupees ആണെന്ന് വിചാരിച്ചു, ഓക്കെ. അപ്പൊ ഞാൻ പറയാണ് നിങ്ങളോട്, മക്കളെ, എന്താന്ന് വെച്ചാൽ ഫ്രണ്ട് എന്ന രീതിയിൽ പറയാണ്, നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ലെറ്റ് us ബി പാർട്ട്നേഴ്സ്, ഓക്കെ. അപ്പൊ ഞാൻ പറയട്ടെ, ഒരു 6 ലക്ഷം രൂപ മാത്രമേ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ എങ്കിൽ, ഓക്കെ, നമ്മൾ 3 lakh വെച്ചിട്ട് വീതിച്ചെടുക്കും. ക്ലിയർ അല്ലേ? നിങ്ങളുടെ കഴിവിന് ഞാൻ 5 ലക്ഷം തരേണ്ട ആളാണ്, ഓക്കെ. പക്ഷെ പാർട്ട്നേഴ്സ് ആക്കിയത് കൊണ്ട് എനിക്ക് ഈ 6 ലക്ഷത്തിന് 3 ലക്ഷം മാത്രം തന്നാൽ പോരെ. ക്ലിയർ ആണോ? അപ്പൊ ഇത്രേ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുള്ള സമയത്ത് 5 ലക്ഷം കൊടുത്താൽ എനിക്ക് നഷ്ടല്ലേ? പാർട്ട്ണർ ആക്കുമ്പോൾ എനിക്ക് 3 ലക്ഷം കൊടുത്താൽ മതി അല്ലെ? അയാൾക്ക് സാലറി 5 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടമല്ലേ വരും? എനിക്ക് 1 ലക്ഷം വരും. സെറ്റ് ആണോ? ഓക്കെ. ബട്ട് നേരെ മറിച്ചിട്ട് ഇതേ കേസിൽ നിങ്ങൾക്ക് ഒരു 20 ലക്ഷം ഉണ്ടാക്കാൻ പറ്റും വിചാരിച്ചു, ഓക്കെ. യെസ്, പ്രോഫിറ്റ് ഷെയർ ആകുമ്പോൾ നിങ്ങൾ 10 ലക്ഷം കൊടുക്കണ്ടേ? 10 ലക്ഷം എനിക്ക് 10 ലക്ഷം അവനെ കൊടുക്കണ്ടേ അല്ലെ? പ്രോഫിറ്റ് ഷെയർ ആണെങ്കിൽ. പക്ഷെ നമുക്ക് ഇയാൾക്ക് ഒരു 5 ലക്ഷം അല്ലെ എക്സ്പെക്ട് ചെയ്യുന്ന ആളോ? ഇയാൾക്ക് ഒരു 6 ലക്ഷം കൊടുത്തു വിചാരിക്കും, ഫിക്സഡ് ആയിട്ട് 6 ലക്ഷം കൊടുത്തു, എന്നാലും 14 ലക്ഷം രൂപ നമ്മളെ കയ്യിലില്ലേ? മനസ്സിലായോ? യെസ്. അതായത് ചെറിയ പ്രോഫിറ്റും ലോസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള സമയത്ത് ആൾക്കാർ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ, ആൾക്കാരുടെ അടുത്ത് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ, ഇപ്പൊ നോക്ക്, നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോഴേ ഫസ്റ്റ് ആൾക്കാർ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അതായത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, നമുക്ക് കുറച്ച് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വേണം, ഓക്കെ. അപ്പൊ ഷെയർ വേണോ അല്ല ഫിക്സഡ് എമൗണ്ട് വേണോ എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഓക്കെ.
അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ പ്രോഫിറ്റ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ പ്രോഫിറ്റ് കുറവായതുകൊണ്ട് നിങ്ങളോട് അവർ പറയുന്നത് എന്തായിരുന്നു വെച്ചാൽ ഷെയർ ആക്കാന്ന് പറയും. ഓക്കെ, കാരണം എന്താ, ചെറിയ ലോസ് സോറി ചെറിയ പ്രോഫിറ്റ് ഒക്കെ വരുമ്പോൾ ഷെയർ ആക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എമൗണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബേർഡനാവും. ഓക്കെ അല്ലേ? യെസ്. പക്ഷേ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും. കാരണം ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് ഷെയർ തരാൻ എനിക്ക് താല്പര്യമില്ല, ആ ഷെയർ ഒക്കെ ഒന്ന് മാറ്റി നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് തരാം, വലിയ എമൗണ്ട് തരാം എന്ന് പറയും, ഒഴിവാക്കും. അപ്പൊ നിങ്ങളോട് ഷെയർ എന്ന രീതിയിൽ തരൂല, ജസ്റ്റ് എന്താ ഇപ്പൊ 10 ലക്ഷം മാത്രം ബിസിനസ് ഉണ്ടാക്കുന്നുണ്ട്, 5 ലാക്ക് 5 ലാക്ക് തന്നാൽ മതി. പക്ഷെ അതേ ബിസിനസ് 1 കോടി രൂപ ഉണ്ടാക്കുന്ന സമയത്ത് 50 ലാക്ക് നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ ഒന്ന് ചിന്തിക്കും. ഓക്കെ, അതിന് പകരം ഞാൻ പറയും ഒരു 10 ലക്ഷം ഒരു 15 ലക്ഷം തരാം, നീ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അധികം തരാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, സോ ഇഫ് യു ആർ സാക്രിഫൈസിങ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ്, ലേറ്റർ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ഇനീഷ്യലി ഒരു പ്രോഫിറ്റ് ഷെയറിങ് എന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അത് ഗ്രോ അപ്പ് ചെയ്തിട്ട് വലിയതാവുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതേ സ്റ്റാൻഡിൽ നിൽക്കണം. അതായത് പ്രോഫിറ്റിന്റെ ഷെയർ തന്നെ തരണം. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ റിസ്ക് എടുത്ത് നമ്മുടെ സാക്രിഫൈസ് ചെയ്ത ആൾക്കാർ. ഇതിപ്പോ നേരെ മറിച്ചിട്ട് അവരുടെ അഡ്വാൻറ്റേജ് എന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, നിങ്ങൾ ചെറിയ സമയത്ത് പ്രോഫിറ്റ് കുറച്ചുണ്ടാവുന്ന സമയത്ത് നമ്മളതിന് നമുക്ക് ഷെയർ ചെയ്യും. ഓക്കെ, പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് തന്നു. ഓക്കെ, ഷെയർ തരാൻ പഠിക്കും. അപ്പൊ അത് സമ്മതിക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണെന്നാ പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോലെ. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ 2 പോയിന്റ് വരുന്നുണ്ട്. നമ്മളിപ്പോ ഇൻഡിഫറൻസ് പോയിന്റിൽ 2 പോയിന്റ് വരുന്നുണ്ട്. സോ ഇതിൽ ഒന്നാണ് ഈ ക്വസ്റ്റ്യൻ തീരുമ്പോഴേക്കും കാര്യം മനസ്സിലാവും. അതായത് ഇവിടെ ഇൻഡിക്കേറ്റ് ഇഫ് എനി പ്ലാൻസ് ഡോമിനേറ്റ് ആൻഡ് കമ്പ്യൂട്ട് ദ EBIT റേഞ്ച് among the plans for ഇൻഡിഫറൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ റീഡ് ദ ക്വസ്റ്റ്യൻ. 4. Total investment to be raised 2 lakh. Plan A 100% equity, Plan B 50% 50%, Plan C 50% 50%. Okay. Cost of debt 8%, tax 50%, cost of preference 8%. Okay. So ഒരു കാര്യമുണ്ട് ഇവിടെ, നിങ്ങൾ ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇല്ലേ, ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ അല്ലെ? അതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ രണ്ടാമത്തെ ഒരു അസംപ്ഷൻ പോസിബിൾ ആണ്, KD ആയിട്ട് എടുക്കാം. ഓക്കെ, ബട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇവർ സോൾവ് ചെയ്തിരിക്കുന്നത് ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടാ. സാധാരണ രീതിയിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ KD എന്ന് പറഞ്ഞിട്ട് എടുക്കും അല്ലെ? യെസ്. അപ്പൊ KD ഈസ് ആഫ്റ്റർ ടാക്സ് ആണ് അല്ലെ? അപ്പൊ KD ആഫ്റ്റർ ടാക്സ് ആകുമ്പോൾ 8% ആഫ്റ്റർ ടാക്സ് ആണ്, 50% ടാക്സ് ഉണ്ട്. അപ്പൊ ബിഫോർ ടാക്സ് വരുമ്പോൾ 16% വരണം. അതൊരു അസംപ്ഷൻ പോസിബിൾ. അപ്പൊ ഇത് KD ആയിട്ട് എടുത്തത് 16% എടുക്കണം. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റിന്റെ റിക്വയർമെന്റ് ഇപ്പൊ എന്താ അറിയോ, ഇവിടെ പ്രശ്നം വരുന്നത്, ഇത് KD ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് അവസാനത്തെ കോസ്റ്റ് 8ഉം ഇവിടുത്തെ 8ഉം വരും. അപ്പൊ ഒരു രണ്ടിനും സെയിം പെർസെൻറ്റേജ് കോസ്റ്റ് വരുമ്പോൾ ലാസ്റ്റത്തെ ചോദ്യത്തിന് ഒരു റെലവൻസ് ഇല്ലാണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ അല്ലെ? അത് പറഞ്ഞു തീർന്നതിന് ശേഷം ഞാൻ ഇത് KD വരുന്ന സമയത്ത് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, so interest rate ആണ് 8%, cost of preference is 8%, tax is 50%. Equity share തന്നിട്ടുണ്ട് 10 will be issued at a premium of 10. അപ്പോൾ ഇഷ്യൂ പ്രൈസ് is എത്ര? ഇഷ്യൂ പ്രൈസ് 20 ആണ്. ഓക്കെ അല്ലെ? സോ ഇഷ്യൂ പ്രൈസ് 20 വരുന്ന സമയത്ത് ഷെയർ നോക്കണം കേട്ടോ. ഷെയർ എടുക്കുന്ന സമയത്ത് ടോട്ടൽ 2 lakh ഡിവൈഡ് ബൈ 20 എടുക്കണം. ഇഷ്യൂ പ്രൈസ് വെച്ചിട്ടല്ലേ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ നോക്കുക, ശ്രദ്ധിച്ചേക്കാം. സോ ഞാൻ ഈ എക്സാമ്പിൾ ഇവർ EBIT പറയുന്നുണ്ട്. സോ EPS ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ മൂന്നും കൂടി വരുന്നുണ്ട്. മക്കളെ നോക്കും, ഫസ്റ്റ് കേസ് EBIT EPS MPS അനാലിസിസിലെ അതിൽ EPS കണ്ടുപിടിക്കണം പറയുന്നുണ്ട്. രണ്ടാമത്തെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് പറയുന്നുണ്ട്. മൂന്നാമത്തത് ഇൻഡിഫറൻസ് പോയിന്റും വെച്ചിട്ട് പറയും. അപ്പൊ 3 ക്വസ്റ്റ്യനും ഇവിടെ 3 ഒറ്റ ക്വസ്റ്റ്യനിൽ സ്റ്റഡി ആയി. അപ്പൊ നിങ്ങളിപ്പോ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ഇത് 3 മാത്രം മെയിൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, മീൻസ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഈ കൺസെപ്റ്റ്സ് സെറ്റായി. ഓക്കെ അല്ലെ? സോ ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ.
ഓക്കെ, സോ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 4. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാലോ. ഓക്കെ, സോ ഞാൻ എല്ലാം 3 പ്ലാൻസ് ആയിട്ട് എടുക്കാം. 3 പ്ലാൻസ് റെഡി. ഫസ്റ്റ് പ്ലാൻ എ ബി സി. ഓക്കെ, നോക്കിക്കോ. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. സോ ടോട്ടൽ എമൗണ്ട് ഉള്ളത് 2 lakh ആണ്. ആൻഡ് EBIT is given. EBIT is equal to 80,000. 80,000. ഓക്കെ അല്ലേ? യെസ്. ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കണം. ഓക്കെ അല്ലേ? സി, നമ്മൾ പ്ലാൻ എ എന്ന് പറയുന്നത് 100% ഇക്വിറ്റിയാണ്. അപ്പൊ അവിടെ ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ അല്ലേ? യെസ്. പ്ലാൻ ബി നോക്ക്, 50-50 ആണ്. ഓക്കെ, അപ്പോ ഇവിടെ 1 lakh rupeesന്റെയും 1 lakh rupeesന്റെയും ഡെപ്റ്റും ഇക്വിറ്റി ഉണ്ട്. സോ അതിന്റെ ഒരു സെപ്പറേഷൻ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരുന്നു. അതായത് പ്ലാൻ എ ബി സി ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി 2 lakh, ഇവിടെ ഇക്വിറ്റി 1 lakh, ഡെപ്റ്റ് 1 lakh, ഇവിടെ ഇക്വിറ്റി 1 lakh, ഇവിടെ പ്രിഫറൻസ് 1 lakh. ഇതാണ് കേസ്. ഓക്കെ, സോ 80,000 ഇൻട്രസ്റ്റ് ഇല്ല. രണ്ടാമത്തേല് എത്രയാ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞത്? 8%. ഞാൻ പറഞ്ഞ പോലെ എടുക്കാം കേട്ടോ, 8% എന്ന രീതിയിൽ എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ 1 lakh rupees അല്ലേ ഡെപ്റ്റ് ഉള്ളത്? നോക്കി, ഡെപ്റ്റ് എത്രയാ? 1 lakh. സോ 1 lakhന്റെ മുകളിൽ 8,000 വരും. ഇവിടെ ഇല്ല. യെസ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് EBT. സോ EBT is 80,000, 72,000 and 80,000. നെക്സ്റ്റ് ടാക്സ് 40,000, 50% ആണ്. 40,000, 36,000, 40,000. പ്രിഫറൻസ് ഡിവിഡൻഡ് ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇതിലുണ്ട് 8,000 രൂപ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ EAES വെച്ച് ഇവിടെ 40,000, ഇതിൽ 36,000 ആൻഡ് ഇതിൽ 32,000. നമ്പർ ഓഫ് ഷെയർ. യെസ്, നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 lakh ആയിട്ടുള്ള 20 rupees ആണ് ഇഷ്യൂ പ്രൈസ് ഉള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇഷ്യൂ പ്രൈസ് വെച്ചിട്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 20 ആണ്. സോ 2 lakh ഡിവൈഡ് ബൈ 20 is 10,000. ഈ രണ്ട് കേസിലെ നമ്പർ ഓഫ് ഷെയർ എത്രയായിരിക്കും? ക്ലിയർ അല്ലേ? 1 lakh ഡിവൈഡ് ബൈ 20 അടിക്കണം കേട്ടോ. ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഇല്ല. ഓക്കെ, ഇനി ഇതില് 40 ഡിവൈഡ് ബൈ 10 എത്രയാ? 4 ആണോ? 40,000 ഡിവൈഡ് ബൈ 10,000. മിസ്സിംഗ് ഉണ്ടോ? കറക്റ്റ് അല്ലേ? യെസ്. ഇതിൽ എത്ര വരുന്നത്? 7.2 ആൻഡ് ദിസ് വൺ ഇസ് 6.4 അല്ലേ? 6.4. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എല്ലാം ഓക്കെ അല്ലേ? EPS കണ്ടുപിടിച്ചില്ലേ? അണ്ടർ 3 പ്ലാൻസ് EPS സെറ്റ് ആണോ? അണ്ടർ 3 പ്ലാൻസ് EPS സെറ്റ് ആണോ? അണ്ടർ 3 പ്ലാൻസ് EPS റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോ നോക്ക്, ഇവിടെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ EPS അണ്ടർ 3 പ്ലാൻസ്, അത് പ്രശ്നമില്ല. ഇത് നോക്കിയിട്ട് വിച്ച് പ്ലാൻ ഇസ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഏതാ ബെറ്റർ പറ? ഈ ഒരു EBIT റേഞ്ചിൽ ഏത് പ്ലാനാണ് ബെറ്റർ? യെസ്, ബി ഇസ് ബെറ്റർ. ഓക്കെ, നോ ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങൾ എയും ബിയും കമ്പയർ ചെയ്ത് നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഓർക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോഫിറ്റ് ഷെയർ പോലെയും രണ്ടാമത്തത് ഒരു ഇൻട്രസ്റ്റ് ഷെയർ ഹോൾഡർ പോലെയാണ്, ഫിക്സ്ഡ് എമൗണ്ട് ആണ്. അപ്പോ ഇവിടെ 7.2 ഇവിടെ 4 ആണെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മള് ഇൻഡിഫറൻസ് പോയിന്റിനേക്കാളും കൂടുതലായിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? EBIT ഉണ്ടാവുക അല്ലേ? എടാ, ഇൻഡിഫറൻസ് പോയിന്റ് വരെ ഏതായിരിക്കും ബെറ്റർ? ഇക്വിറ്റി ആയിരിക്കും ബെറ്റർ അല്ലെ? അപ് ടു ഇൻഡിഫറൻസ് പോയിന്റ് ഏതാ ബെറ്റർ? ഇക്വിറ്റിയിലല്ലേ ബെറ്റർ വരണ്ടേ? കാരണം പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നതല്ലേ നല്ലത്, ചെറിയ പൈസ ആണെങ്കിൽ. ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ ഫിക്സ്ഡ് കൊടുത്ത് ഒഴിവാക്കുന്നല്ലേ നല്ലത്? വെറുതെ അവർക്ക് എന്തിനാ ഷെയർ കൊടുക്കുന്നത്? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലായി. ഓക്കെ, നമ്മുടെ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ,
അത് എന്തായാലും 80,000 ആയ ഇപ്പൊ ആക്ച്വലി ഉള്ള EBITs 80,000. അപ്പൊ ഈ 80,000-ത്തിനേക്കാളും താഴെ ആയിരിക്കും എന്ത് വരുന്നത്, ഇൻഡിഫറൻസ് പോയിന്റ് വരാം. മനസ്സിലായോ? ഇൻഡിഫറൻസ് പോയിന്റ് വിൽ ബി ലെസർ. ഓക്കെ അല്ലേ? കാരണം നമ്മള് ഒരു ഇൻഡിഫറൻസ് പോയിന്റ് വരെ ഏതാ ബെറ്റർ? പ്ലാൻ എ ആ ബെറ്റർ. ഇൻഡിഫറൻസ് പോയിന്റ് കഴിഞ്ഞ ഏതാ ബെറ്റർ? പ്ലാൻ ബി ആ ബെറ്റർ. അങ്ങനെ വരുന്നത്. കാരണം നമ്മളെ എന്താ പറയാ, ഒരു പരിധി വരെ ചെറിയ ലോസ് ചെറിയ പ്രോഫിറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഷെയർ കൊടുക്കുക. ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഷെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കുക, ഒഴിവാക്കുക. മനസ്സിലായോ? യെസ്. ഇനി ശ്രദ്ധിച്ചു, ഇത് കണക്ഷൻ കിട്ടി. സോ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൺ പോയിന്റ് കാണാം അല്ലെ? യെസ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൺ പോയിന്റ് കാണാൻ വലിയ പണിയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി, FBEP ഇസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാക്സ്. എടാ പ്ലാൻ എയില് FBEP ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടോ? ഇല്ല. സോ ആൻസർ ഈസ് 0. ക്ലിയർ അല്ലേ? പ്ലാൻ ബിയില് FBEP എത്ര? ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 8,000. പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ല. സോ ആൻസർ ഈസ് 8,000. ക്ലിയർ അല്ലേ? പ്ലാൻ സിയിൽ FBEP എത്ര? ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഇല്ല, പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ട് 8,000 ഡിവൈഡഡ് ബൈ എത്രയാണ് ടാക്സ്? 1 മൈനസ് 0.5. സോ ദിസ് ഈസ് 16,000. സെറ്റ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. FBEP സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. മനസ്സിലായോ? യെസ്. നിങ്ങൾ ഈ കേസിൽ 8,000 ഉണ്ടാക്ക്, 8,000 ഇൻട്രസ്റ്റ് കൊടുക്ക്, 0 EAT വരും, പിന്നെ അല്ലെ EBT 0 വരും, പിന്നെ ടാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് ഒന്നും കൊടുക്കാനില്ലടാ. മനസ്സിലായോ? ടാക്സ് കൊടുക്കാനൊന്നുമില്ല. ഓക്കെ, അങ്ങനെ പോകും. സെറ്റ് അല്ലേ? ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 രൂപ ഉണ്ട്. ഈ 16,000 രൂപയിൽ ഞാൻ എന്ത് ചെയ്യും? ടാക്സ് ആദ്യം കൊടുക്കും. ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ടാക്സ് 50% കൊടുത്തു കഴിഞ്ഞാൽ 8,000 ബാക്കി വരും. ആ 8,000ത്തിന്റെ പ്രിഫറൻസ് ഡിവിഡൻഡ് 8,000 കൊടുത്തു കഴിഞ്ഞാൽ 0 ആവും. ഓക്കെ, ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ട് നമുക്ക് ഇൻഡിഫറൻസ് പോയിന്റ് കൂടി നോക്കാലോ. യെസ്, ഇൻഡിഫറൻസ് പോയിന്റ്. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. അതില് ഇവിടെ ചോദ്യം ചോദിച്ചെന്താ നോക്ക്, ഇൻഡിക്കേറ്റ് ഇഫ് എനി ഓഫ് ദ പ്ലാൻസ് ഡോമിനേറ്റ്, ഏതെങ്കിലും പ്ലാൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ, ആൻഡ് കമ്പ്യൂട്ട് ദ EBIT റേഞ്ച് എമംഗ് ദ പ്ലാൻസ് ഫോർ ഇൻഡിഫറൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാർ വാങ്ങിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ ഒരു ബാങ്ക് പറയുന്നു ഞാൻ 8% ലോൺ തരാം, രണ്ടാമത്തെ ബാങ്ക് പറയുന്നു 9% തരാം. ഏതാ ലാഭം? 8% ലോൺ എടുക്കുന്നതല്ലേ ലാഭം? യെസ്. അതിപ്പോ നിങ്ങളുടെ ഇൻകം മന്ത്ലി 1 ലക്ഷം കിട്ടുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ അംബാനി ആയിക്കോട്ടെ, ഏത് കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ ഇൻകം എന്തും ആയിക്കോട്ടെ, അതന്നല്ലേ ലാഭം? മനസ്സിലായോ? നിങ്ങൾ അംബാനി ആയിക്കോട്ടെ, ഒരു ബെഗർ ആയിക്കോട്ടെ, മനസ്സിലായോ? പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലാഭം എന്താ? 8% കടം എടുക്കുന്നല്ലേ ലാഭം? 9% എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പോ അതാണ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. അതായത് നമുക്ക് എത്ര EBIT ഉണ്ടായിക്കോട്ടെ, ഓക്കെ, കോസ്റ്റ് കുറയുന്നതല്ല ഏറ്റവും ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ. ആ, ക്ലിയർ അല്ലേ? അതായത് ഇവിടെ ഇപ്പോ നിങ്ങളിത് ഈ 2 കേസ് നോക്കുക. ഇത് രണ്ടെണ്ണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇൻട്രസ്റ്റ് എത്രയാ പെർസെന്റേജ് പറഞ്ഞേ നോക്ക്. 8% ബിഫോർ ടാക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തത് അല്ലെ? 8,000 രൂപയല്ലേ എടുത്തത്? 8,000 രൂപ എടുത്ത് 8%. ഓക്കെ, ഇത് ബിഫോർ ടാക്സ് ആയിട്ട് എടുത്തത്. അപ്പൊ ആഫ്റ്റർ ടാക്സ് എത്രയാ ചെലവ് വരുന്നത്? ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഇസ് 4%. ക്ലിയർ അല്ലേ? ടാക്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുള്ള പ്രോഫിറ്റ് എന്ന് നിങ്ങൾ 4% അല്ല 4% അല്ലേ കൊടുക്കട്ടെ? ക്ലിയർ. പ്രിഫറൻസോ ആഫ്റ്റർ ടാക്സ് എത്ര കൊടുക്കണം?
8% കൊടുക്കണം. ക്ലിയർ ആണോ? ഏടാ 2 പോയിന്റ് മനസ്സിലായി. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ടാക്സ് ഈസ് 4%. പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് ഓൾറെഡി ആഫ്റ്റർ ടാക്സ് 8%. ഏതാ ബെസ്റ്റ്? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഏതാ കുറവ്? ഡെപ്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഡെപ്റ്റ് നോക്ക്, നിങ്ങൾ എടുക്കുന്ന എമൗണ്ട് ഒക്കെ സെയിം രീതിയാണ്. നോക്ക് 50,000 ആൻഡ് 50,000 ഇപ്പുറത്ത് ഇവിടെ നോക്ക് 1 lakh ഡെപ്റ്റ് എടുക്കുന്നുണ്ട്, ഇപ്പുറത്ത് 1 lakhന്റെ പ്രിഫറൻസ് എടുക്കുന്നത്. സോ യു ആർ ടേക്കിംഗ് ദ സെയിം എമൗണ്ട്. ഓക്കെ, സെയിം എമൗണ്ട് എടുക്കുന്നുണ്ട്. അപ്പൊ മുകളിൽ നോക്കുമ്പോൾ നമ്പർ ഓഫ് ഷെയറും സെയിം ആണ്. രണ്ടിന്റെ നമ്പർ ഓഫ് ഷെയർ നോക്കുമ്പോൾ അല്ലെ 5,000 ഷെയർ അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഷെയറിന്റെ നമ്പർ സെയിം ആണെങ്കിൽ ഓക്കെ, ഇഫ് ദ നമ്പർ ഓഫ് ഷെയർ ഈസ് സെയിം, ഇവിടെ ഉണ്ടോ 5,000 ആൻഡ് 5,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഇതിൽ 4%ഉം ഇതിൽ ആഫ്റ്റർ ടാക്സ് പെർസെന്റേജ് 8% ആണ്. അപ്പൊ എന്തുകൊണ്ടും ബെറ്റർ എപ്പോഴും ഏതന്നെയായിരിക്കും? പ്ലാൻ ബി തന്നെ ആയിരിക്കും, വൺ വിത്ത് ലോവർ കോസ്റ്റ്. ക്ലിയർ ആണോ? അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച മക്കളെ, നിങ്ങൾക്ക് നഷ്ടം വന്ന് നിങ്ങൾ താഴെ വന്ന് വീണ് അങ്ങനത്തെ കേസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടായിക്കോട്ടെ, ഏത് കേസ് ആണെങ്കിലും പ്ലാൻ ബി തന്നെ മുന്നിട്ട് നിൽക്കും. അതായത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ സർ, നിങ്ങൾക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു 10,000 റുപ്പീസ് ആണ് കിട്ടുന്നത് വിചാരിക്കും, EBIT. ആ 10,000 റുപ്പീസിൽ നിങ്ങൾ 8,000 ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 2,000 ഉണ്ട് അല്ലെ? സോ ഇതിന് നിങ്ങൾ ടാക്സ് 50% കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് 1,000 കിട്ടും. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ 10,000 രൂപയിൽ ആദ്യം ടാക്സ് കൊടുത്തിട്ട് ബാക്കി 5,000 ഉള്ളൂ. അതിന്ന് 8,000 പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നഷ്ടമാണ്, 3,000 രൂപ ലോസിലെ പോകും. സോ നോക്ക്, നിങ്ങൾക്ക് ഈ 10,000 കിട്ടുമ്പോഴും പിന്നെയും താഴത്തെ പോകുന്നു. മനസ്സിലായോ? ക്ലിയർ അല്ല സംഭവം? യെസ്. അപ്പൊ നിങ്ങൾക്ക് അത് എത്ര എമൗണ്ട് ആയിക്കോട്ടെ, പ്ലാൻ ബി വിൽ ബി ഓൾവേസ് ബെറ്റർ ദാൻ പ്ലാൻ സി. മനസ്സിലായോ? ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ള കാര്യം മനസ്സിലായോ? യെസ്. അപ്പൊ ഇതിന് ഉത്തരം കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അതായത് സംഭവം ഇങ്ങനെയാണ്. ഇഫ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ്, ഓക്കെ അല്ലെ, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓക്കെ ഓഫ് എ പ്ലാൻ ഓക്കെ is greater is less than after tax cost of another plan എന്ന് വിചാരിച്ചു. അങ്ങനെ വരുമ്പോ ഈ പ്ലാൻ എ ഓക്കെ, സോ പ്ലാൻ എ വിൽ ഡോമിനേറ്റ് ഓക്കെ ഇഫ് നമ്പർ ഓഫ് ഷെയർസ് സെയിം. സോ നമ്പർ ഓഫ് ഷെയർ സെയിം ഉള്ള കേസിൽ ഓക്കെ, ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ഷെയർ രണ്ടിലും ഇക്വിറ്റി ഷെയർ സെയിം ഉള്ള കേസ് ആണെങ്കിൽ ഓക്കെ, ദ വൺ വിത്ത് ലോവർ ടാക്സ് കോസ്റ്റ് ഓക്കെ, ലോവർ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് വിൽ ഡോമിനേറ്റ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഷെയർ 5,000 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് ഡോമിനേറ്റ് ചെയ്യും? പ്ലാൻ ബി ഡോമിനേറ്റ് ചെയ്യും. ഇവിടെ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആര് തമ്മിൽ ഇല്ല? ബി ആൻഡ് സി തമ്മിൽ ഇൻഡിഫറൻസ് പോയിന്റ് ഉണ്ടോ? അതായത് EPS സെയിം ആവുന്ന ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? സെയിം ആവില്ല. മനസ്സിലായോ? ഇൻഡിഫറൻസ് പോയിന്റ് കാണേണ്ട രീതി നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ നോക്ക് മക്കളെ, ഞാൻ ഈ 2 പോയിന്റിന്റെയും ഇൻഡിഫറൻസ് പോയിന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്ത് EBIT മൈനസ് ഓക്കെ ഇൻട്രസ്റ്റ് അണ്ടർ പ്ലാൻ എ. പ്ലാൻ എ അല്ല, പ്ലാൻ ബി എടുക്കാം. സോ പ്ലാൻ ബിയിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8,000 ഓക്കെ, 8,000 ഇൻറ്റു 1 മൈനസ് 0.5 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഇസ് 5,000. ഇപ്പുറത്ത് EBIT ഇൻറ്റു 1 മൈനസ് 0.5 മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു 8,000 ഡിവൈഡഡ് ബൈ 5,000. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഓക്കെ, ഈ 5,000 ക്യാൻസൽ. ഇത് ക്രോസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 0.5 EBIT മൈനസ് 8,000 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 4,000 ഈക്വൽ ടു ഇത് 0.5 EBIT മൈനസ് 8,000 വരും. അപ്പൊ ഇവിടെ നോക്ക്, ഈ 0.5 EBIT 0.5 EBIT ക്യാൻസൽ ആയി. അപ്പൊ ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന മൈനസ് 4,000 ഇസ് ഈക്വൽ ടു മൈനസ് 8,000 കിട്ടും. ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളെ കിട്ടും. മനസ്സിലായോ?
ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കേസാണ് നമുക്ക് പറയാം ഇത് നോ ഇൻഡിഫറൻസ് പോയിന്റ്. ഇൻഡിഫറൻസ് പോയിന്റ് ഇല്ലാത്ത കേസ് വരും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ ഇൻഡിഫറൻസ് പോയിന്റ് മനസ്സിലായില്ലേ? ഓക്കെ, സോ ഇതൊന്ന് സോൾവ് ചെയ്ത് തീർന്നിട്ട് മെനി ഇൻഡിഫറൻസ് പോയിന്റ് കൂടി പറയാം ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട്. ഓക്കെ, നോ ഇൻഡിഫറൻസ് പോയിന്റ് സെറ്റ് അല്ലേ? അപ്പൊ ബി ആൻഡ് സി തമ്മിൽ ഇൻഡിഫറൻസ് പോയിന്റ് ഇല്ല. യെസ്, അപ്പൊ നിങ്ങൾ നോക്കാം മക്കളെ, എപ്പോഴും സി വെച്ച് നോക്കുമ്പോൾ ബി അല്ലേ ബെറ്റർ? ഏത് ലെവൽ ഓഫ് ഇ ബി ആയിട്ട് ആയിക്കോട്ടെ, ഏത് ലെവൽ ഓഫ് ഇ ബി ആയിട്ട് ആയിക്കോട്ടെ, ഏതാ ബെറ്റർ? ബി ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് എയും ബിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? സോ ഞാൻ എയും ബിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യണം. ശ്രദ്ധിച്ചേക്കാം, എ ആൻഡ് ബി. എടാ, എ ആൻഡ് ബി കമ്പയർ ചെയ്യുമ്പോൾ ഇ ബി ഐ ടി കിട്ടി. ഇൻട്രസ്റ്റ് ഉണ്ടോ? ഫസ്റ്റ് കേസിൽ ഇല്ല. ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഇസ് 1 lakh. ബി കേസിൽ ഇ ബി ഐ ടി മൈനസ് 8,000 ഇൻറ്റു 1 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 5,000. ഓക്കെ, സോ 10,000 അല്ലേ? സോറി. ആ, അപ്പൊ ഇതൊന്ന് നമ്മൾ സോൾവ് ചെയ്ത് നോക്കാം. യെസ്, ഇത് കട്ടായി. ഓക്കെ, യെസ്, അപ്പൊ ബാക്കി കിട്ടുന്നത് ഇ ബി ഐ ടി ഡിവൈഡ് ബൈ ഇത് 2ഉം ഇത് 1ഉം ആണ്. സോ ഇ ബി ഐ ടി ബൈ 2 ഇസ് ഈക്വൽ ടു ഇ ബി ഐ ടി മൈനസ് 8,000 ബൈ 1. സോ ക്രോസ് ചെയ്യുമ്പോൾ ഇ ബി ഐ ടി ഇസ് ഈക്വൽ ടു 2 ഇ ബി ഐ ടി മൈനസ് 8,000 വരും. സോ ഇതിൽ ഇങ്ങോട്ടേക്ക് 8,000 എടുത്തു കഴിഞ്ഞാൽ 8,000 ഇസ് ഈക്വൽ ടു 2 ഇ ബി ഐ ടി, സോറി, ഇ ബി ഐ ടി തന്നെ. ക്ലിയർ ആണോ? അല്ലെ? ഈ 8,000 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇ ബി ഐ ടി അപ്പുറം പോകും. സോ 8,000 കിട്ടും. യെസ്, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? 8,000 അല്ലേ ഇൻഡിഫറൻസ് പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി? എ ആൻഡ് ബി തമ്മിൽ ക്ലിയർ ആണോ? എ ആൻഡ് ബി തമ്മിൽ 8,000 വരും. ഓക്കെ, അല്ല അത് മിസ്സിംഗ് വന്നോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? 16,000. ഓക്കെ ഓക്കെ, എന്തോ കാൽക്കുലേഷൻ മിസ്സിംഗ് വന്നു തോന്നുന്നു. 0.5 ആൻഡ് 0.5. ഒരു മിനിറ്റ് ഒന്നും കൂടി നോക്കാം. ഓക്കെ, സോ എ ആൻഡ് ബി ഒന്നും കൂടി നോക്കാം. ഇ ബി ഐ ടി ഇൻറ്റു ഓക്കെ 1 മൈനസ് 0.5 ഡിവൈഡ് ബൈ 10,000 ഈക്വൽ ടു ഇ ബി ഐ ടി മൈനസ് 8,000 ഇൻറ്റു 1 മൈനസ് 0.5 ഡിവൈഡ് ബൈ 5,000. ഓക്കെ, സോ ഇത് കട്ടായി, രണ്ടും കട്ടായി. ഇവിടെ 2 വരും, ഇത് 1 വരും. ഓക്കെ, സോ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇ ബി ഐ ടി ഇസ് ഈക്വൽ ടു ഓക്കെ 2 ഇ ബി ഐ ടി. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 16,000 ആയിട്ടോ. ശരി, അപ്പൊ ഈ ഇ ബി ഐ ടി ഇപ്പുറം പോവും. സോ ബാക്കി 16,000 ആയിട്ടോ. അപ്പൊ 16,000 ഈക്വൽ ടു ഇ ബി ഐ ടി കേട്ടോ. സോറി, ക്രോസ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, സോ ഇത് ഇവിടെ 8,000 ഉണ്ടെങ്കിൽ ഈ 2 ഇങ്ങോട്ട് വരുമല്ലോ. 2 ഇ ബി ഐ ടി ഉണ്ട്, 2 ഇൻറ്റു 8,000, ഇവിടെ 16,000 ഉണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് ആണോ? കംപ്ലീറ്റ് മനസ്സിലായത്? പോയിന്റ് മനസ്സിലായോ? യെസ്, അപ്പോ ചോദ്യം ഇതാണ് മക്കളെ, 16,000 ആണ് ഇൻഡിഫറൻസ് പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് എയും ബിയും തമ്മിൽ നമുക്ക് വ്യത്യാസം ഇല്ല 16,000 വരെ. അപ്പോ അപ് ടു നോക്കൂ മക്കളെ, അപ് ടു 16,000 ഏതായിരിക്കും ബെറ്റർ? അപ് ടു 16,000 ഏതായിരിക്കും ബെറ്റർ? ഞാൻ പറഞ്ഞില്ലേ, ചെറിയ രീതിയിൽ പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ബെറ്റർ? ഇക്വിറ്റി കൊടുക്കുന്നല്ലേ നല്ലത്? വെറുതെ ഫിക്സ്ഡ് കോസ്റ്റ് കൊടുക്കണോ? വേണ്ട. സോ പ്ലാൻ എ ആയിരിക്കും ബെറ്റർ. ഓൾവേസ് പ്ലാൻ എ ആയിരിക്കും ബെറ്റർ ചെറിയ രീതിയിൽ. ഓക്കെ, ലോവസ്റ്റ് കേസ്. യെസ്, ഇനി ചോദ്യം, എബവ് 16,000 ഏതാ ബെറ്റർ? എബവ് 16,000 ഏതാ ബെറ്റർ? ബി ഇസ് ബെറ്റർ. ക്ലിയർ ആണ്? ഓക്കെ, ക്ലിയർ. ആ, ഞാൻ ചോദിക്കട്ടെ, എടാ ബിയും സിയും തമ്മിൽ നിങ്ങൾ കമ്പയർ പോലും ചെയ്തിട്ട് കാര്യമില്ല അല്ലെ? ബിയും സിയും തമ്മിൽ കമ്പയർ പോലും ചെയ്തിട്ട് കാര്യമില്ല. കാരണം എപ്പോഴും എ തന്നെയാ ബെറ്റർ ഉണ്ടാവുക. ഓൾവേസ് ബി അല്ലേ? ഓൾവേസ് ബി ആണ് ബെറ്റർ. സി തമ്മിൽ നോക്കേണ്ട ആവശ്യമില്ല, ബി തന്നെ ബെറ്റർ. അപ്പൊ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം, എ ആൻഡ് സി തമ്മിൽ നോക്കാം. ഓക്കെ, എ ആൻഡ് സി തമ്മിൽ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ഇ ബി ഐ ടി ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡ് ബൈ 10,000 ഇ ബി ഐ ടി ഇൻറ്റു 1 മൈനസ് 0.5 മൈനസ് 8,000 ഡിവൈഡ് ബൈ 5,000. സോ ഇതൊന്ന് ക്രോസ് ചെയ്താണെങ്കിൽ ഇവിടെ 2 ഇവിടെ 1 വരും. ഓക്കെ, സോ ഇ ബി ഐ ടി 0.5 ഇ ബി ഐ ടി ഇസ് ഈക്വൽ ടു
EBIT ഇൻറ്റു 0.5 ഉണ്ട്, ഇത് 2 കൂടി വരും അല്ലെ. 2 ഇൻറ്റു EBIT ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ ഇവിടെ EBIT തന്നെ വരും കേട്ടോ. 2 ഇൻറ്റു EBIT 2 EBIT 2 EBIT ഇൻറ്റു 0.5, സോ EBIT മൈനസ് 16,000. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 0.5 EBIT is equal to 16,000 വരും. So that means you will get EBIT is equal to 32,000 കിട്ടും. മനസ്സിലായോ? ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത് പോകുമ്പോൾ 32,000. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ലെസ് ദാൻ 32,000 ആണെങ്കിൽ ഏതാ ബെറ്റർ? എ. ഗ്രേറ്റർ ദാൻ 32,000 ആണെങ്കിൽ ഏതാ ബെറ്റർ? സി. കമ്പയറിംഗ് എ ആൻഡ് ബി, എ ആൻഡ് സി കേട്ടോ. എയും സിയും മാത്രം കമ്പയർ ചെയ്യുമ്പോൾ ഏതാ ബെറ്റർ? സി. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് മൂന്നും കൂടി നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. നോക്കുക, നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടിങ് തന്നെ ഫിക്സ് ആക്കിയിട്ടുള്ള കാര്യമാണ് എന്ത്? ലെസ് ദാൻ 8,000 ആണെങ്കിൽ ഏതാ ബെറ്റർ? എ അല്ലേ? ഇവിടെ ലെസ് ദാൻ 32 ആണെങ്കിൽ എ ആണ് അല്ലെ. ഇവിടെ ലെസ് ദാൻ 16 ആണെങ്കിൽ എ ആണ്. അപ്പൊ ലെസ് ദാൻ 16,000 ആണെങ്കിൽ ഏതാ ബെറ്റർ? ലെസ് ദാൻ 16,000 ആണെങ്കിൽ ഏതാ ബെറ്റർ? എ ബെറ്റർ. സെറ്റ് ആണോ? 16 അല്ലേ കിട്ടിയ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ ഓക്കെ, രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഈ 16,000 മുതൽ 32,000 വരെ ഏതാ ബെറ്റർ നോക്കാം. ഓക്കെ, സി 16,000 താഴെ നോക്കുമ്പോൾ ഫസ്റ്റ് എ വരും, അത് കഴിഞ്ഞിട്ട് ബി, അത് കഴിഞ്ഞിട്ട് സി. സോ ബി ഓൾവേസ് ഡോമിനേറ്റ് ആണ് അല്ലെ. ബി ഓൾവേസ് ഡോമിനേറ്റ് ആണ്. ഇതാണല്ലോ ഓർഡർ വരാം. ആദ്യം എ വരും, പിന്നെ ബി വരും, പിന്നെ സി വരും. 16,000-ന്റെയും 32,000-ന്റെയും ഇടയിൽ ഓക്കെ ആണോ? ഇൻ ബിറ്റ്വീൻ 16,000 എന്നുള്ള പോയിന്റ് അല്ല കേട്ടോ. ഓക്കെ, 16,000 ആൻഡ് 32,000-നും ഇടയിൽ ഓക്കെ. യെസ്, ഫസ്റ്റ് പോയിന്റ് 16,000 കടന്നാൽ എ ആണോ ബെറ്റർ, ബി ആണോ ബെറ്റർ? ബി ബെറ്റർ. ഓക്കെ, അപ്പൊ ഇനി ആകെ ഡൗട്ട് വരാനുള്ളത് എയും സിയും തമ്മിൽ മാത്രം. എടാ, ഇൻ ദിസ് ഗ്യാപ്പ് 16 to 32 എയും സിയും നോക്കുമ്പോൾ ഏതാ ബെറ്റർ? എ ബെറ്റർ. അത് കഴിഞ്ഞിട്ടല്ലേ സി വരുന്നത്? യെസ്, ഇതാണ് ഓർഡർ. ഓക്കെ, ഇനി നേരെ മറിച്ചിട്ട് 32,000-ന് മുകളിലാണെങ്കിൽ എടാ എന്തു ആയിക്കോട്ടെ, 16,000 കടന്നു കഴിഞ്ഞാൽ ഏതാ ബെറ്റർ? ബി തന്നെയാ ബെറ്റർ. ബി ആണോ സി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്നല്ലേ ബെറ്റർ, ഓൾവേസ് ഡോമിനേറ്റിംഗ് അല്ലേ. സോ ബി ഇസ് ബെറ്റർ. സോ അതുകൊണ്ട് എത്ര വരും? ബി വരും. ഇനി അടുത്ത ചോദ്യം, 32,000 കഴിഞ്ഞു കഴിഞ്ഞാൽ എ ആണോ ബെറ്റർ, സി ആണോ ബെറ്റർ? ഇത് രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ സി ആ ബെറ്റർ അല്ലെ. യെസ്, അപ്പൊ ഇതാണല്ലോ ഓർഡർ വരുന്നത്. മനസ്സിലായി? ഇതിൽ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു റൗണ്ട് റഫ് ഫിഗർ എടുത്തിട്ട് ചെയ്ത് നോക്ക്, ഇങ്ങനെ ആയിരിക്കും കിട്ടുക വാല്യൂസ്. മനസ്സിലായോ? എന്തെങ്കിലും 15,000 എടുത്ത് ചെയ്യും, അപ്പൊ എ ബി സി ആയിരിക്കും ഓർഡർ വരാം. ഓക്കെ, 18,000 എടുക്കുമ്പോൾ ബി എ സി ആയിരിക്കും ഓർഡർ വരാം. 33,000 എടുത്ത് നോക്ക്, ബി സി ആയിരിക്കും ഓർഡർ വരാം. സെറ്റ് ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, സോ ക്ലിയർ വിത്ത് ദിസ്. ഡോമിനേറ്റിംഗ് മനസ്സിലായോ? ഡോമിനേറ്റിംഗ് മനസ്സിലായോ? ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്, കെ ഡി ആയിട്ട് എടുക്കണ്ട. കാരണം എന്താ പറയുക, ഇവിടെ കെ ഡി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നോക്ക് മക്കളെ, ഞാൻ ആ പോയിന്റ് കൂടി പറഞ്ഞേക്കാം. നോക്ക്, ഇവിടെ ഞാൻ ആ 8% ഇൻട്രസ്റ്റ് റേറ്റ് എടുത്തോണ്ടാണ് ആഫ്റ്റർ ടാക്സ് എന്തായിട്ട് വരുന്നത്? 4 ആയിട്ട് വരുന്നത്. മറ്റത് 8% എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിഫറൻസിന്റെ വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 4% ഡോമിനേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെ എടുക്കുമ്പോഴാണ് എനിക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ഡിബെഞ്ചർ പ്ലാൻ ബി ഡോമിനേറ്റ്സ്. ഇങ്ങനെ എടുക്കുമ്പോഴാണ് ബി ഡോമിനേറ്റ് സി എന്ന് പറയാൻ പറ്റുക അല്ലേ. ആ, നേരെ മറിച്ചിട്ട് നിങ്ങളിപ്പോ 8% എന്നുള്ളത് കെ ഡി ആയിട്ട് എടുക്കുക, ആഫ്റ്റർ ടാക്സ് ആയിട്ട് എടുക്കുന്ന വിചാരിച്ചോ. അപ്പൊ ആഫ്റ്റർ ടാക്സ് ഇവിടെ 8%, പ്രിഫറൻസിൽ 8%. അപ്പൊ ഇവിടെ ഒരു ഡോമിനേഷൻ ഉള്ള ഒരു സംഭവം ഇല്ല. പോയിന്റ് ക്ലിയർ ആയോ? ഇതിന്റെ രണ്ടിൽ എന്താണ്? 8 ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് വിൽ ബി 8 ഇറ്റ്സെൽഫ്. അപ്പൊ ഇവിടെ നോ ഡോമിനേറ്റ്, ഓൾവേസ് ബി ഈക്വൽ ടു സി കേസ് വരുന്നത്. മനസ്സിലായോ?
ആ ഈ കേസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്ന പോയിന്റ്, അതായത് മെനി ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത്. നോ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ പോയിന്റ് എന്തില്ല, സോറി, നോ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡോമിനേറ്റ് ചെയ്യും. എപ്പോഴും ഏതായിരിക്കും ബെറ്റർ? ബി ആയിരിക്കും ബെറ്റർ സീനേക്കാളും. ഓക്കെ അല്ലേ? മെനി ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഏത് ഇ ബി ആയിട്ട് എടുത്തോ ഇ പി എസ് എപ്പോഴും സെയിം. മനസ്സിലായോ? ഇ പി എസ് ബി ഇസ് ഈക്വൽ ടു ഇ പി എസ് സി ആയിരിക്കുന്നു. അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞതില് നിങ്ങള് എന്താ പറയാ, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് നോക്ക്, ഇൻട്രസ്റ്റ് 8% എന്നുള്ളത് കെ ഡി എന്നാണ് 8% എടുത്തെങ്കിലേ ഇതിന്റെ ഇൻട്രസ്റ്റ് എത്ര വരും? ബാക്കിലോട്ട് എടുക്കുമ്പോൾ 16% വരാം. അപ്പൊ നിങ്ങൾക്ക് ഇ ബി ഐ ടി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ 80,000 ആണ് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇൻട്രസ്റ്റ് എടുക്കുന്ന സമയത്ത് 16,000 എടുക്കും. ഓക്കെ, അപ്പൊ ബാക്കി എത്ര കിട്ടും? 64,000 കിട്ടും. സോ ടാക്സ് 32,000 കുറച്ചിട്ട് ബാക്കി എത്ര കിട്ടും? 32,000 കിട്ടും. നമ്പർ ഓഫ് ഷെയർ 5,000 ആവും. ഇവിടെ 6.4 വരും. ഓക്കെ, ഇനി ഇപ്പുറത്ത് 80,000 ഉണ്ട്, നിങ്ങളെ ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾ 80,000 മുകളിൽ 40,000 കൊടുത്തു, ബാക്കി 40,000 വരും. ഈ 40,000ത്തിന് നമ്മൾ 8,000 രൂപ പ്രിഫറൻസ് ഡിവിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 32,000 വരും. അതിന് വീണ്ടും എന്തിനെ വരിക? 6.4. ഇത് കണ്ടോ, ഈക്വൽ ആയില്ലേ? മനസ്സിലായോ? യെസ്. അപ്പൊ ഇത് നിങ്ങൾ 80,000 ആയിക്കോട്ടെ, ഏത് ഇ ബി ആയിട്ട് എടുത്തോട്ടെ, വിച്ച് എവർ ഇ ബി ആയിട്ട് യു ടേക്ക്, ഇവിടെ എപ്പോഴും ഈക്വൽ ആയിരിക്കും. നമ്മൾ ചെയ്തതിൽ 7.2 ആൻഡ് 6.4 ആയിരുന്നു. അങ്ങനല്ലേ വന്നേ? അല്ലെ? 7.2 6.4 അല്ലേ വന്നേ? ഇതാ ഇതല്ലേ വന്നേ? ഇത് വരാനുള്ള റീസൺ ഇവിടെ നമ്മൾ 8,000 എടുത്തോണ്ടാ. ഓക്കെ, അതായത് കെ ഡി ആയിട്ടല്ല എടുത്തത്, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 8% എടുത്തത്. നിങ്ങൾ ഈ 8% ഉള്ളത് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ബിഫോർ ടാക്സ് 16% വരും. അപ്പൊ ഇവിടെ 16,000 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇത് 6.4 തന്നെ ആയിരിക്കും. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അത് ഇ ബി ഐ ടി എന്തും ആയിക്കോട്ടെ, ഏത് ലെവൽ ഇ ബി ഐ ടി ആയാലും ഇതായിരിക്കും സംഭവിക്കുക. മനസ്സിലായോ? യെസ്. അപ്പൊ ഇതാണ് നിങ്ങളെ മെനി ഇൻഡിഫറൻസ് പോയിന്റ് കേസ്. ഓക്കെ അല്ലേ? മെനി ഇൻഡിഫറൻസ് പോയിന്റ് കേസ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഇസ് സെയിം. ഓക്കെ, അതായത് ഇപ്പൊ ഞാന് ഇതാ പ്ലാൻ ബിയില് ആൻഡ് സി എടുക്കാം. ഓക്കെ, സോ ഞങ്ങളിപ്പോ ഇ ബി ഐ ടി മൈനസ് പ്ലാൻ ബിയില് ഞാൻ പറഞ്ഞു 16,000 എടുത്തു നോക്ക്. നിങ്ങൾ 16,000 എടുത്തു വിചാരിച്ചു, 8,000 എടുക്കുന്നതിന് പകരം എന്തെടുത്തു? 16,000 എടുത്തു വിചാരിച്ചു. 16,000 ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 0.5, ഓക്കെ, മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 5,000. ഈ കേസിൽ ഇ ബി ഐ ടി മൈനസ് അല്ല, ഇ ബി ഐ ടി പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ലല്ലോ അല്ലെ? സോ 0.5 മൈനസ് 8,000 ഡിവൈഡ് ബൈ 5,000. അപ്പൊ ഇത് കട്ടായി. എന്നിട്ട് ലാസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5 ഇ ബി ഐ ടി മൈനസ് 8,000 ഈക്വൽ ടു 0.5 ഇ ബി ഐ ടി മൈനസ് 8,000. അപ്പൊ ഇത് കണ്ടോ, ഈ സൈഡ് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആയിരിക്കും. ഇതെല്ലാം കട്ടായി പോകും, ഇവിടെ ഒന്നും കിട്ടൂല. മനസ്സിലായോ? ഇതാണ് കേസ് വരാം. മെനി ഡിഫറൻസ് പോയിന്റ് ആണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആയിട്ട്. ഓക്കെ അല്ലേ? യെസ്. ഇഫ് ഡോമിനേറ്റിംഗ് ആണെങ്കിൽ 8,000 ഈക്വൽ ടു 4,000, 2,000 ഈക്വൽ ടു 3,000, അങ്ങനെ കിട്ടും. പരസ്പര ബന്ധമില്ലാത്ത സാധനങ്ങൾ കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒന്നും ഇല്ലല്ലോ, ശൂന്യം. ഓക്കെ അല്ലേ? സംഭവം മനസ്സിലായോ? അപ്പൊ ഇത് മനസ്സിലാക്കാൻ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ മാത്രം ഓർത്താൽ മതി. എന്താണ്? ഇഫ് നമ്പർ ഓഫ് ഷെയർ ഇസ് സെയിം, അത് ഓർത്ത് വെക്കുക. നമ്പർ ഓഫ് ഷെയർ സെയിം ഉള്ള കേസ് ആണെങ്കിൽ, ഓക്കെ, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് സെയിം വരുന്നുണ്ടെങ്കിൽ ഇത് വരും. അതായത് നിങ്ങളോട് പറയാണ്, ഇപ്പുറത്ത് എനിക്കൊരു ലോൺ തരാം 8%, ഇപ്പുറത്ത് ഡിബഞ്ചർ വരും 8%. ഏതാ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ ഒന്നെടുത്താൽ ദാറ്റ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ് അല്ലെ? നിങ്ങളോട് പറയാം, നിങ്ങൾ ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു 8% ലോൺ HDFC ബാങ്ക് തരും, ബാക്കി 8% ലോൺ യൂണിയൻ ബാങ്ക് തരും. സോ ബോത്ത് ആർ ഗിവിംഗ് 8%. അപ്പൊ നിങ്ങളുടെ ഇൻകം ഏത് ലെവലായിക്കോട്ടെ, നിങ്ങൾക്ക് വരുന്ന ചെലവ് സെയിം തന്നെയാണ്. ദാറ്റ് വോണ്ട് മേക്ക് എനി ഡിഫറൻസ്. സോ ഓൾവേസ് EPS ദ ബെനിഫിറ്റ് വിൽ ബി സെയിം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത് പ്രിഫറൻസ്, രണ്ട് ലോൺ വരുമ്പോൾ നമുക്ക് അങ്ങനെ വരുന്നത് പ്രശ്നമില്ല, ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയാൽ മതി അല്ലെ? ഇൻട്രസ്റ്റ് ലോണും ഡിബഞ്ചറും വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഡിബഞ്ചർ ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയാൽ. പക്ഷെ ഇൻട്രസ്റ്റ്
ഈ ലോണും പ്രിഫറൻസ് വരുമ്പോഴാണ് നമ്മൾ ആഫ്റ്റർ ടാക്സ് കോസ്റ്റിലോട്ട് പോകുന്നത്. ഓക്കെ അല്ലെ? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ ആണോ? ഓക്കെ, യെസ്, സെറ്റ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ടോപ്പിക് നല്ലപോലെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇതിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ വീട്ടിൽ എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രൈ ചെയ്യും. ഇപ്പൊ ഇതിലുണ്ടാവും അത് പ്രാക്ടിക്കൽ 1, 2 ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് കവേർഡ് ആയി. പ്രാക്ടിക്കൽ 1, 2, 3 കവർ ആയി. 4 പറഞ്ഞു. 5 ഓൾസോ യു ക്യാൻ ഡു, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, 5 നല്ല ക്വസ്റ്റ്യൻ. 5 ആണെങ്കിൽ ഡിസ്കസ് ചെയ്യും ഡേ. അടുത്ത എന്താ 6, 7 ഇല്ല, 6 വരെ. ഓക്കെ, സോ ഇവിടെ അപ്രോച്ച് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലുള്ള ടോപ്പിക് എന്താന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, സോ ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. മറ്റന്നാൾ എന്തായാലും ക്ലാസ് ഉണ്ട്. നാളത്തെ കാര്യം ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ അല്ലേ? യെസ്, ടോപ്പിക് ഓൾസോ വിൽ ഡിസ്കസ്. സോ താങ്ക് യു സ്റ്റുഡൻസ്. യെസ്, നിങ്ങളെല്ലാവരും എന്റെ ക്ലാസ് എടുത്ത ആൾക്കാരാണ്.